നമസ്കാരം. ആദ്യം തന്നെ ഒരു 2 ദിവസം വൈകിയ സപ്തതി ആശംസകളോടുകൂടി ആരംഭിക്കാം. അദ്ദേഹത്തിൻ്റെ പിറന്നാൾ 25-ാം തീയതി ആയിരുന്നു. നമുക്ക് കടുത്ത രാഷ്ട്രീയ ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കുറച്ച് വ്യക്തിപരമായ ചോദ്യങ്ങളും കൂടി ആവാം തോന്നുന്നു. ബിനോയ് വിശ്വം എന്ന കവിയെ, എഴുത്തുകാരനെ മുതിർന്ന തലമുറയ്ക്ക് വളരെ പരിചയമുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ പാർട്ടി ചുമതലകളുടെയും രാഷ്ട്രീയത്തിലെ തിരക്കുകളുടെയും ഒക്കെ ഭാരം കൂടുതലായതോടുകൂടി ഈ എഴുത്തിൻ്റെ രംഗത്ത് അദ്ദേഹത്തെ അധികം കാണാറില്ല. ഈ ചുമതലകളുടെ ഭാരം കൊണ്ടാണോ എഴുത്തിൽ നിന്ന് കുറച്ചൊക്കെ പിന്മാറിയത്? പൂർണ്ണമായിട്ടും പിന്മാറിയെന്ന് പറഞ്ഞുകൂടാ. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ സമയത്ത് LDFൻ്റെ ഒരു പ്രചരണ ഗാനം അദ്ദേഹം എഴുതിയിരുന്നു. നമ്മൾ പലരും അത് കേട്ടിട്ടുള്ളതാണ്. എന്തുകൊണ്ടാണ് പണ്ട് വിഷുക്കാലത്ത് കണിക്കൊന്നയെ പറ്റിയൊക്കെ ഓർത്തുകൊണ്ട്, പഴയകാലം ഓർമ്മിച്ചുകൊണ്ടുള്ള കവിതകൾ ഇപ്പോഴുണ്ടാകാത്തത്? എഴുതാൻ എപ്പോഴും താല്പര്യമുണ്ട്, പക്ഷേ നടക്കുന്നില്ല. ചെറിയ പ്രയാസവുമുണ്ട്. മനസ്സിലൊരാശയം, കവിതയാകട്ടെ ലേഖനമാകട്ടെ എന്തോ ആകട്ടെ, അത് എഴുതി പൂർത്തിയാക്കിയിട്ട് അടിയിലൊരു വരവരയ്ക്കുന്ന നിമിഷമുണ്ട്. ആ നിമിഷം ഭയങ്കര സൗന്ദര്യമുള്ള ഒന്നാണ്. ഒരു സംതൃപ്തിയും എന്തോ നേടിയതുപോലെ ചിന്തയും അപ്പോൾ ഉണ്ടാകും. അത് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഉണ്ടാകുന്നില്ല എങ്കിൽ പോലും ഞാൻ വിടുന്നില്ല. ഞാൻ വീണ്ടും എഴുതുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഐ വെയിറ്റ് ഫോർ ദാറ്റ്. കുടുംബവും ഒരു മൊത്തം എഴുത്തുകാരുടെ ഒരു കുടുംബമാണ്. ജീവിത പങ്കാളി, 2 മക്കൾ, എല്ലാവരും എഴുത്തുകാരാണ്. പക്ഷേ അത് കുടുംബനാഥൻ്റെ ഭാവുകത്വവും അവരുടെ തലമുറയുടെ ഇഷ്ടങ്ങളും ശൈലിയുമൊക്കെ വളരെയധികം വ്യത്യാസമുള്ളതുമാണ്. അതേപ്പറ്റിയൊക്കെയുള്ള ഒരു ചർച്ചകൾ വീട്ടിൽ നടക്കാറുണ്ടോ? അല്ലെങ്കിൽ ആശയ സംഘർഷങ്ങൾ, അല്ലെങ്കിൽ ഭാവുകത്വത്തിലെ മാറ്റത്തെ പറ്റിയുള്ള ചർച്ചകൾ നടക്കാറുണ്ടോ? നേരത്തെ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ മകള് പരിഹസിക്കുകയാണ് അച്ഛനെ. അച്ഛൻ്റെ കവിതയൊക്കെ അച്ഛൻ്റെ കവിത ഒന്നും ഞങ്ങളുടെ ഇഷ്ടത്തിലുള്ളതല്ല, അച്ഛൻ്റെ ശൈലിയൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നൊക്കെ. അതൊരു വീടിനുള്ളിലെ ഒരു തമാശ മാത്രമായിരുന്നു, അതോ അല്ലെങ്കിൽ അങ്ങനെ ഗൗരവമുള്ള ഒരു ചർച്ച വീട്ടിൽ നടക്കാറുണ്ടോ? ഞങ്ങളുടെ വീട് അങ്ങനെയാണ്. എനിക്ക് ഭാര്യയും 2 മക്കളുമുണ്ട്, 2 പെൺമക്കൾ. ഞാൻ എപ്പോഴും പറയും, പെൺമക്കളുള്ള അച്ഛന്മാർ ഭാഗ്യവാന്മാരാണ്. അവർക്ക് നിറയെ സ്നേഹം കിട്ടും. ആ സ്നേഹത്തിനിടയിൽ വിമർശനമുണ്ടാകും, തമാശയുണ്ടാകും, കളിയാക്കലുണ്ടാകും, എല്ലാം ഉണ്ടാകും. പക്ഷെ ഒരുപാട് സ്നേഹം തരും പെൺമക്കൾ. എൻ്റെ ഭാര്യയെപ്പറ്റിയും മക്കളെപ്പറ്റിയും ഞാൻ പറയും, അവർ 3 പേരും എഴുത്തുകാരാണ്, ഞാനല്ല. ഞാൻ എഴുതാൻ കുതിക്കുന്നൊരു രാഷ്ട്രീയ പ്രവർത്തകരാണ്. പക്ഷെ അവർക്ക് എന്നെക്കാളും എഴുതാനുള്ള പ്രതിഭയുണ്ട്. എഴുത്തിനെപ്പറ്റി അവരെന്നെ കളിയാക്കാറുണ്ട്, പ്രത്യേകിച്ച് ഞാൻ കവിത എഴുതുമ്പോഴല്ല. ഇടയ്ക്ക് മക്കൾ പറയും, അച്ഛൻ വേറെ എന്തും എഴുതിക്കൂ, കവിത മാത്രം എഴുതല്ലേ എന്ന്. അങ്ങനെ പറയാനുള്ള ഒരു അന്തരീക്ഷമുണ്ട് വീട്ടിൽ. ആൻഡ് ഐ ഡു എൻജോയ് ദാറ്റ്. ഈ വൈക്കം പോലെ മറ്റൊരു വീടാണ് നാദാപുരം എന്ന് രാഷ്ട്രീയത്തിൽ ശ്രദ്ധിക്കുന്നവർക്കറിയാം. നാദാപുരത്തു നിന്ന് 2 തവണ നിയമസഭയിലേക്ക് പോയി, അവിടെ നിന്നാണ് മന്ത്രിയായത്. അപ്പോൾ ഈ വൈക്കത്ത് ഇപ്പോഴും ചെന്നാൽ ഇടവഴികളിലൂടെ സൈക്കിൾ ചവിട്ടി പോകാനും പഴയ കൂട്ടുകാരെ തിരഞ്ഞു പോകാനുമൊക്കെ ആഗ്രഹിക്കുന്ന ആളാണെന്ന് മുൻപൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നാദാപുരത്ത് അത്തരം ബന്ധങ്ങൾ എങ്ങനെയാണ്? അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ പുതുക്കൽ ഇപ്പോഴും ഉണ്ടാകാറുണ്ടോ? തീർച്ചയായിട്ടും വൈക്കം എൻ്റെ വീടാണ്, നാദാപുരവും എൻ്റെ വീടാണ്. ഒരാൾക്ക് 2 വീടാകാമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും വൈക്കവും നാദാപുരവും എൻ്റെ വീടാണ്. വൈക്കം ഞാൻ ജനിച്ച മണ്ണാണ്, എൻ്റെ ബാല്യം എല്ലാം അവിടെ തന്നെയാണ്. ഒരുപാട് പറയാനുണ്ട്. നാദാപുരത്തേക്ക് എന്നെ അയച്ചത് പാർട്ടിയാണ്. മത്സരിക്കാനുള്ള LDF സ്ഥാനാർത്ഥിയായി.
ഒരു രാഷ്ട്രീയ കർത്തവ്യം നിറവേറ്റാൻ വേണ്ടി പോയി എന്നാണ് അപ്പോൾ പോകുമ്പോഴുള്ള ധാരണ. പക്ഷെ നാദാപുരം എന്നെ ഒരുപാട് പാഠം പഠിപ്പിച്ചു. ഏറ്റവും വലിയ പാഠം, ഒരു നിയോജക മണ്ഡലവും അവിടുത്തെ ജനങ്ങളും ജനപ്രതിനിധിയും അവ തമ്മിലുള്ള പാരസ്പര്യത്തെപ്പറ്റി എനിക്കറിയാൻ വയ്യാത്ത ഒരുപാട് പാഠം നാദാപുരം എന്നെ പഠിപ്പിച്ചു. ഇപ്പോൾ കുറേ കൊല്ലമായല്ലോ, 11 ഞാൻ നാദാപുരം വിട്ടത്. എൻ്റെ MLA സ്ഥാനമൊക്കെ അവസാനിപ്പിച്ച് ഞാൻ നാദാപുരം വിട്ടത് 2011. 14 കൊല്ലമായി എൻ്റെ മനസ്സിൽ നാദാപുരം അതുപോലെ നിൽക്കുകയാണ്. അവിടുത്തെ വഴികളും അവിടുത്തെ വീടുകളും അവിടുത്തെ മനുഷ്യരും അവരുടെ സ്നേഹവും എല്ലാം എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ നാദാപുരത്തെ എങ്ങനെ ഓർക്കുന്നുണ്ടോ അതുപോലെ തന്നെ നാദാപുരം എന്നെയും ഓർക്കും എന്നാണ് വിശ്വാസം. അതിൽ പാർട്ടി ബാധകമല്ല, ജാതിയോ മതമോ ബാധകമല്ല, ഒന്നും ബാധകമല്ല. ഐക്യത്തെപ്പറ്റി എനിക്കുള്ള എല്ലാ വികാര വിചാരങ്ങളും എനിക്ക് ഉണ്ട് നാദാപുരത്തെപ്പറ്റി. രണ്ടും രണ്ട് പശ്ചാത്തലമാണ്. പക്ഷെ ഒന്നെനിക്ക് പറയാൻ പറ്റും, നാദാപുരത്തിൻ്റെ MLA ആയിട്ട് ഞാൻ മാറുമ്പോൾ അവിടുത്തെ ജീവിതം വേറൊന്നായിരുന്നു. എന്നും ബോംബ് സ്ഫോടനങ്ങൾ, സംഘർഷങ്ങൾ, ചിലപ്പോൾ കൊലപാതകങ്ങൾ. നാദാപുരം അങ്ങനെയായിരുന്നു. ചിലപ്പോൾ ആൾക്കാർ പറയും, അയ്യോ നാദാപുരമോ, അവിടെ എപ്പോഴും കച്ചറയല്ലെന്ന് ചോദിക്കും വടക്കൻ ഭാഷയിൽ. എന്നോടെൻ്റെ ചില പാർട്ടിക്കാർ പറഞ്ഞു, ഇത്രയും കാലം പാർട്ടി ബിനോയിയെ എവിടെയും മത്സരിപ്പിക്കാതെ അവസാനം മത്സരിക്കാൻ പറഞ്ഞയച്ചത് ഒരിക്കലും ജയിക്കാനിടയില്ലാത്ത, ജയിച്ചാലും പ്രവർത്തിക്കാൻ സ്പേസില്ലാത്ത ഒരു സ്ഥലത്തേക്കാണെന്ന് പറഞ്ഞ സഹാക്കൾ എനിക്കുണ്ട്. അവരെല്ലാം തെറ്റായിരുന്നു. എൻ്റെ പാർട്ടിയായിരുന്നു ശരി. നാദാപുരത്തേക്ക് ഞാൻ പോയത് ഉചിതമായ തീരുമാനമായിരുന്നു. അവിടുത്തെ ജനങ്ങളുടെ കൂടെ അവരുടെ ഭാഗമാകാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിലെ, രാഷ്ട്രീയ ജീവിതത്തിലെയും വ്യക്തിജീവിതത്തിലെയും വലിയ നേട്ടമായിട്ട് എന്ന് ഞാൻ കാണുന്നു. അവരുടെ കണ്ണീരിൻ്റെയും ദുഃഖത്തിൻ്റെയും കൂടെ ഞാനുണ്ടായിരുന്നു. സന്തോഷങ്ങളിൽ ഞാനുണ്ടായിരുന്നു. എത്രയോ ദിവസങ്ങൾ നിയമസഭാ കമ്മിറ്റിക്ക് മറ്റുമായി തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ രാത്രി പാതിരാ കഴിയുമ്പോഴാകാം ചിലപ്പോൾ ഫോൺ വരും. എല്ലാ ഫോണും ഞാൻ എടുക്കും. അന്നും എടുക്കും, ഇന്നും എടുക്കും. എന്നാലും ചിലപ്പോൾ സഹാക്കൾ പരാതി പറയും, ഫോൺ എടുക്കുന്നില്ല എന്ന്. എനിക്കറിയില്ല, ഞാൻ ഏറ്റവും അധികം ഫോൺ എടുക്കുന്ന ആളാണ്. വേറെ ആരും ഞാൻ തന്നെ എടുക്കാറുണ്ട്. ആ കാലത്ത് വരുന്ന രാത്രിയിലെ എല്ലാ ഫോണുകളും ഇന്നടുത്ത് ബോംബ് പൊട്ടി എന്ന് അറിയിപ്പായിരിക്കും. അല്ലെങ്കിൽ അവിടെ സംഘർഷമുണ്ടായി, കുറേയേറെ വീടുകൾ കത്തിപ്പോയി എന്നുള്ളവരായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിക്കുത്തുണ്ടായി, ഒരാളുടെ സ്ഥിതി കിട്ടിക്കലെന്ന് അറിയിപ്പായിരിക്കും. അങ്ങനെ വന്നാൽ ഇടപെട്ടില്ലെങ്കിൽ എനിക്കറിയാം നാളെ അത് ആളിപ്പടരും, സംഘർഷം വ്യാപിക്കും. ഒരിക്കൽ പോലും ഞാൻ നാളത്തേക്ക് മാറ്റി വച്ചിട്ടില്ല. ഞാൻ പലപ്പോഴും തിരൂരോ തൃശ്ശൂരോ ഷൊർണൂരോ എവിടെയെങ്കിലും ഇറങ്ങിയിട്ട് തിരിച്ചുള്ള ആദ്യത്തെ വണ്ടിയിൽ കയറി നേരം വെളുക്കുമ്പോൾ ഞാൻ എത്തിയിട്ടുണ്ട് നാദാപുരത്ത്. ഞാൻ നേരം വെളുക്കുമ്പോൾ അവിടെ ഉണ്ട്. അതൊരു വിശ്വാസമാണ് അവിടുത്തെ മനുഷ്യരുടെ. രാഷ്ട്രീയ ഭേദമന്യേ മതഭേദമന്യേ ഞങ്ങളുടെ MLA കൂടെ ഉണ്ടാകും, അദ്ദേഹം വരും. ആ വിശ്വാസം ആണ് ഞാൻ നേടിയ ഏറ്റവും വലിയ നേട്ടം. അവിടുത്തെ സമാധാനത്തിനെ പറ്റി പറയുമ്പോഴെല്ലാം പലരും അന്നും ഇന്നും ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഞാൻ പുറത്തെല്ലാം പോകുമ്പോൾ, ഗൾഫിലൊക്കെ പോകുമ്പോൾ പലരും ചോദിക്കും, താങ്കൾ എങ്ങനെയാണ് നാദാപുരം പോലൊരു സ്ഥലത്ത് സമാധാനം ഉണ്ടാക്കിയതെന്ന്. അപ്പോഴും ഇപ്പോഴും ഞാൻ പറയുന്ന മറുപടി ഇതായിരിക്കും. നാദാപുരത്ത് സമാധാനം ഉണ്ടാക്കിയ ആൾ ഞാനല്ല, ഉണ്ടാക്കിയവൾ ജനങ്ങളാണ്. ഞാൻ ചെയ്ത പങ്ക് എന്താണ്? ഞാൻ ചെയ്ത പങ്ക്, ഞാൻ ആ ജനങ്ങൾക്കൊപ്പം ലവലേശം കാപട്യം കാണിക്കാതെ കൂറോടുകൂടി അവർക്കൊപ്പം നിലക്കൊണ്ടു. ഇത് മാത്രമാണ് എൻ്റെ പങ്ക്. ഇനിയും പങ്കിനെപ്പറ്റി പറയുമ്പോൾ ഞാൻ പറയും, ഏറ്റവും വലിയ പങ്ക് വഹിച്ചത്, മഹത്തായ പങ്ക് വഹിച്ചത് നാദാപുരത്തെ അമ്മമാരാണ്. ആ അമ്മമാർ
ആദ്യകാലം ഞാൻ ചെന്ന കാലത്ത് ഹൃദയം നൊന്ത് കരഞ്ഞവരാണ്. സ്കൂളിൽ പഠിക്കാൻ പോയ മക്കളെപ്പറ്റി ഓർത്ത് തിരിച്ചു വരുമ്പോൾ എന്തായിരിക്കും, ജോലിക്ക് വേണ്ടി ദൂരെ പോയ ഭർത്താക്കന്മാരെ പറ്റി ഓർത്ത്, ബന്ധുക്കളെപ്പറ്റി ഓർത്ത് ശബ്ദം കേട്ട പേടിയായിരുന്നു അവർക്കെന്ന്. ഞാൻ സംസാരിച്ചത് അവരുമായിട്ടായിരുന്നു. സ്കൂളുകളിലെ മാതൃസംഗമങ്ങളിൽ, കുടുംബശ്രീ യോഗങ്ങളിൽ എല്ലാം ഞാൻ വ്യാപകമായി പങ്കെടുത്തിരുന്നു, ബോധപൂർവം. അവിടെയെല്ലാം ഞാൻ പറഞ്ഞു, സമാധാനം വേണം നാട്ടിൽ. നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണത്, നമ്മുടെ മക്കളുടെ ഭാവിക്ക് വേണ്ടിയാണത്. അതുണ്ടാക്കേണ്ടത് വേറെ ആരുമല്ല, നമ്മളാണെന്ന് പറഞ്ഞപ്പോൾ നാദാപുരത്തിൻ്റെ മാതൃത്വം അത് ഏറ്റെടുത്തു. അതേപ്പറ്റി പറയുമ്പോൾ ഞാൻ എന്നും നിറഞ്ഞ ഹൃദയത്തോടു കൂടി പറയും, ഞാൻ കടപ്പെട്ടിരിക്കുന്നു നാദാപുരത്തെ മാതൃത്വത്തോട്, നാദാപുരത്തെ സ്ത്രീത്വത്തോട്. അതിലെല്ലാ മതക്കാരും ഉണ്ടായിരുന്നു, എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ടായിരുന്നു. രാഷ്ട്രീയ പാർട്ടികളെല്ലാവരെയും ഞാൻ ആദരവോടെ ഓർക്കുന്നു. എൻ്റെ പാർട്ടി നാദാപുരത്തെ ഏറ്റവും വലിയ പാർട്ടി അല്ല. ഏറ്റവും വലിയ പാർട്ടി നാദാപുരത്ത് CPM അല്ലെങ്കിൽ മുസ്ലിം ലീഗോ ആയിരിക്കും. വലിയ പാർട്ടികൾ അവരാണ്. പിന്നത്തെ പാർട്ടി കോൺഗ്രസ് ആയിരിക്കും. ഞങ്ങളുടെ പാർട്ടി CPI 4ാം സ്ഥാനത്തായിരിക്കും. ഒരു ചെറിയ പാർട്ടിയുടെ ഭാഗമായ MLA ആണ് ഞാൻ. ആ പാർട്ടിക്ക് പരിമിതിയുണ്ട്. പക്ഷെ ആ പരിമിതിക്കപ്പുറത്തേക്ക് പോകാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നെ സഹായിച്ചത് അവിടുത്തെ ജനങ്ങളും ജനഹിതത്തെ മാനിച്ചുകൊണ്ട് അവിടുത്തെ ഈ പറഞ്ഞ വലിയ പാർട്ടികളുമെല്ലാം തന്നെയായിരുന്നു. ഞാൻ ചോദിച്ചത് ഇങ്ങനെയാണ്, ഇങ്ങനെ പോയാൽ നാദാപുരം എവിടെ എത്തും? ആര് ജയിക്കും? വർഗീയ സംഘർഷങ്ങളിൽ അത് ലോകത്തെവിടെയായാലും ആരും ജയിക്കില്ല, അത് വിജയിയില്ല, പരാജയപ്പെട്ടവരേ കാണൂ. അതുകൊണ്ട് ആരും ജയിക്കാത്ത യുദ്ധമാണിത്. അതിനാൽ കുടുംബങ്ങളുടെ സമാധാനം പോയി, മക്കളുടെ പഠിത്തം പോയി. ഞാൻ മറക്കാത്ത രംഗമുണ്ട്. നാദാപുരത്തെ എല്ലാ പള്ളിക്കൂടങ്ങളിലും ആ കാലത്ത് ഇടയ്ക്കിടയ്ക്ക് 1-2 മാസം അവധിയായിരിക്കും. സ്കൂളുകളെല്ലാം പോലീസ് ക്യാമ്പുകളാകും. എല്ലാ സ്കൂളുകളും പോലീസ് ക്യാമ്പാകും. 6 മണിക്ക് എല്ലാ കടകളും അടയ്ക്കും. എത്രയോ രാത്രികളിൽ എവിടെയൊക്കെയോ പോയി മടങ്ങി വരുന്ന എന്നെ തടഞ്ഞു വയ്ക്കും പോലീസുകാർ. എൻ്റെ വാഹനത്തിന് വലിയ കൊമ്പും കുഴലും MLA ബോർഡും ഒന്നുമില്ല, ഇത് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഒരു ജീപ്പായിരുന്നു. ആ ജീപ്പിനെ തടഞ്ഞു വെച്ച് ചോദിക്കും, ഈ രാത്രി എവിടെ പോയി? അങ്ങനെ ചോദ്യം ഞാൻ എപ്പോഴും കേട്ടവനാണ്. പിന്നെ MLA എന്ന് പറയുമ്പോഴത്തേക്കും സാറിനൊക്കെ പറഞ്ഞ് വിട്ടയക്കും. 6 മണിക്ക് ശേഷം നാദാപുരം അങ്ങനെയായിരുന്നു. ആ നാദാപുരം ഇപ്പോൾ വളരെ വളരെ മാറിപ്പോയി. ആ മാറ്റത്തിൻ്റെ പൂർവ്വകഥകളെല്ലാം അറിയുന്നവരെല്ലാം എന്നെ ഒന്ന് ഓർക്കും. തലമുറ മാറി, പക്ഷെ ആ തലമുറ അവരേത് പാർട്ടിക്കാരുമാകട്ടെ അവരെന്നെ ഓർക്കും. എൻ്റെ പൊതുജീവിതത്തിൽ ഞാൻ നേടിയ ഏറ്റവും വലിയ നേട്ടം സംഘർഷഭരിതമായ സ്ഥലത്ത്, അതേപ്പറ്റി എനിക്ക് പറയാൻ സമയം കുറവാണെന്ന് ഞാൻ പറഞ്ഞു പോവുകയാണ്. ഞാൻ ആദ്യമായിട്ട് MLA ആയിട്ട് സ്കൂളിൽ പോയി. സ്കൂളിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഒരു പന്ത് കളിക്കുകയാണ് കുട്ടികൾ. ഒരു പന്ത് അങ്ങോട്ട് പോയി, പന്തിൻ്റെ പുറകെ ഓടിയ ഒറ്റ കുട്ടിയും അങ്ങോട്ട് പോകുന്നില്ല. അത് പെട്ടെന്ന് നിന്നു, ബ്രേക്ക് ഇട്ട പോലെ. ഞാൻ ചോദിച്ചു, മോനെ പന്തെടുക്കണ്ടേ? അവൻ വിടുന്നില്ല. പന്ത് വേണ്ടേ? അത് ഓരുടെ സ്ഥലമാണ്. ഓരോന്ന് പറഞ്ഞാൽ അവർന്നാണ് ഞങ്ങളുടെ ഭാഷ. അത് ഓരുടെ സ്ഥലമാണ്. ഓരോന്ന് പറഞ്ഞാൽ ഇവിടെ കളിക്കുന്നവരുടെ മതം ഏതാണോ അതിൽ പെടാത്ത മറ്റേ മതക്കാർ കളിക്കുന്ന സ്ഥലമാണ് ആ ഭാഗം. ഒരേ ഗ്രൗണ്ടിൻ്റെ ആ ഭാഗം ഈ മതക്കാരുടെ, ഇങ്ങേ ഭാഗം മറ്റ് മതക്കാരുടെ. നാദാപുരത്ത് ഈ അവസ്ഥ ഉണ്ടായിരുന്നു. അതൊരു അധ്യാപക യോഗമായിരുന്നു. ഞാൻ വിളിച്ചുകൂട്ടിയ യോഗമാണ്. അപ്പോൾ അവിടെ വലിയ പ്രസംഗവും ഉപചാരമൊക്കെ ഉണ്ടായിരുന്നു. MLA പറ്റിയൊക്കെ പുകഴ്ത്തി പറഞ്ഞു. ലാസ്റ്റ് ഇടപെട്ടിട്ട് ഞാൻ പറഞ്ഞു, പ്രസംഗമൊക്കെ മതിയാക്കാം. ഞാൻ പറഞ്ഞു, നിങ്ങളെല്ലാം പരാജയപ്പെട്ട അധ്യാപകരാണ്. നിങ്ങളെല്ലാവരും, ദേവർ അറൗണ്ട് 40-50 പീപ്പിൾ.
ആണും പെണ്ണുമെല്ലാമായി. നിങ്ങളെല്ലാം പരാജയപ്പെട്ടവരാണ്. നിങ്ങളുടെ സ്കൂളിലെ കുട്ടികൾ എപ്പോഴും ചിന്തിക്കുന്നത് അവരെന്നും ഞങ്ങളെന്നുമാണ്. കളിക്കുന്ന പന്ത് അപ്പുറത്തേക്ക് പോയാൽ അങ്ങോട്ടവർ പോകുന്നില്ല. നിങ്ങളുടെ പരാജയമാണിത്. ആ പരാജയം നികത്താത്ത കാലത്തോളം നിങ്ങളാരും അധ്യാപകരല്ലെന്ന് ഞാൻ പറഞ്ഞു അവരോട്. സ്നേഹപൂർവ്വം പറഞ്ഞു, പക്ഷേ രൂക്ഷമായി പറഞ്ഞു. അതൊരു കഥ പോലെ ഞാൻ പറയുകയല്ല, ഒരു അനുഭവമാണ്. അങ്ങനെ പറയുമ്പോഴും നാദാപുരത്തിൻ്റെ പൊതു മനസ്സ് കേൾക്കാൻ തയ്യാറായിരുന്നു. അതാണ് അവിടെ എനിക്ക് ഉണ്ടാക്കിയെടുക്കാനായ ഒരു ഞാൻ വലിയ ആളായി പറയുകയല്ല, ഇറ്റ് ഈസ് പോസിബിൾ. ഒരു MLA പറയുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ നിൽക്കുന്നവനാണ്. അയാൾ കാപട്യം കാണിക്കില്ല എന്ന് ബോധ്യപ്പെട്ടാൽ ജനങ്ങൾ, ഏത് പാർട്ടിക്കാരായാലും ജനങ്ങൾ കൂടെ നിൽക്കും. ആ ജനങ്ങൾ കൂടെ നിന്നാൽ അസാധ്യമായതടക്കമുള്ള ഏത് കാര്യവും സാധ്യമാക്കാൻ പറ്റും എന്ന പാഠമാണ് നാദാപുരം എന്നെ പഠിപ്പിച്ച പാഠം. അതുകൊണ്ട് ഐ ആം ഇൻഡപ്റ്റഡ് ടു നാദാപുരം. ഒരു പച്ച മനുഷ്യൻ വലിയൊരു രാഷ്ട്രീയ ദൗത്യം അല്ലെങ്കിൽ അത്ര ഒരു വലിയ ഭാരം ഏറ്റെടുക്കുമ്പോഴുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് താങ്കളുടെ രീതികൾ ശ്രദ്ധിക്കുമ്പോൾ പലർക്കും തോന്നിയിട്ടുള്ളത്, അങ്ങനെ ഒരു ആശയവിനിമയം നടത്തി കേട്ടിട്ടുണ്ട്. പക്ഷേ ആ പറയുന്ന ആളുകൾ തന്നെ താങ്കളെ അടുത്ത് നിന്ന് ശ്രദ്ധിച്ചിട്ടുള്ള ചിലർ പറയുന്നത് താങ്കളൊരു മുൻചുണ്ടിക്കാരനാണെന്നാണ്. നാദാപുരത്ത് വളരെ സൗമ്യമായും ശാന്തമായും ഇടപെട്ട ഒരു MLA എന്തുകൊണ്ടാണ് ഈ മുൻചുണ്ടിക്കാരനാണ് എന്ന് അടുപ്പമുള്ളവർ തന്നെ പറയുന്നത്? ഇപ്പോൾ പാർട്ടി സെക്രട്ടറി ആയി, സപ്തതി ആയി. അപ്പോൾ ആ മുൻചുണ്ടിയിലൊക്കെ എന്തെങ്കിലും മാറ്റമുണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും ഇളവുകളുണ്ടായിട്ടുണ്ടോ? തെറ്റുപറ്റി സാക്കരുത്. ഇവിടെ ഒരു 5-6 പേര് എൻ്റെ സാക്കളാണ്. അവർക്കെല്ലാവർക്കും അറിയാം. ഞാൻ ഇപ്പോഴും ചെറിയ കാര്യങ്ങളിലൊക്കെ വളരെ വൈകാരികമായിട്ട് തീവ്രമായിട്ട് ഇടപെടുന്ന ഒരു ശൈലിയുണ്ട് ചിലപ്പോഴൊക്കെ കേട്ടിട്ടുണ്ട്. ഞാനിപ്പോഴും അടുപ്പമുള്ള എല്ലാവരോടും മുൻചൂട്ടി കാണിക്കും. അടുപ്പമുണ്ടെങ്കിൽ അത് കാണിക്കും. പാർട്ടിക്കകത്തും കാണിക്കും, നാദാപുരത്തും കാണിച്ചിട്ടുണ്ട്. അതൊരടയാളമാണ്. ഞാൻ ചുണ്ടി കാണിച്ചൊരർത്ഥം എനിക്ക് അടുപ്പമുണ്ടെന്നാണ്. ഞാൻ സക്കറിനോട് ചുണ്ടി കാണിച്ചൊരർത്ഥം എനിക്കൊരു ചെറിയ വരയുണ്ട് പുറത്ത്, ഇതിനപ്പുറം ഞാൻ പോയിക്കൂടാതെ എൻ്റെ മനസ്സ് പറയും. ആ വരയില്ലെങ്കിൽ ചിലപ്പോൾ, എപ്പോഴും അല്ല, ചുണ്ടി വന്നാൽ ഞാൻ ചുണ്ടി കാണിക്കും. അത് ഏറ്റവും സ്നേഹമുള്ള അടുപ്പമുള്ള എല്ലാവരോടും ആയിരിക്കും, അല്ലാതെ ആരോടും അല്ല. പക്ഷേ സക്കർ ആദ്യം പറഞ്ഞല്ലേ, ഞാൻ പച്ച മനുഷ്യനാണ്, അതെൻ്റെ യോഗ്യതയാണ്, അയോഗ്യതയല്ല. പച്ച മനുഷ്യരുള്ളതെല്ലാം എനിക്കുണ്ട്. ചുണ്ടിയുണ്ട്, സ്നേഹമുണ്ട്, ദാഹമുണ്ട്, വിശപ്പുണ്ട്, നിറഞ്ഞ സ്നേഹമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അതാണ് പച്ച മനുഷ്യൻ. ആരാ രാഷ്ട്രീയ പ്രവർത്തകൻ? രാഷ്ട്രീയ പ്രവർത്തകൻ എൻ്റെ അനുഭവത്തിലും അഭിപ്രായത്തിലും അയാൾ ആദ്യമാകേണ്ടത് പച്ച മനുഷ്യനാകണം എന്നുള്ളതാണ്. ആ പച്ച മനുഷ്യനെ മാറ്റി വെച്ചുകൊണ്ട് രാഷ്ട്രീയക്കാരൻ, ഇടയ്ക്ക് പറയാം, രാഷ്ട്രീയക്കാരൻ വേറെയാണ്, രാഷ്ട്രീയ പ്രവർത്തകൻ വേറെയാണ്. ഞാൻ രാഷ്ട്രീയക്കാരനല്ല, ഞാൻ രാഷ്ട്രീയ പ്രവർത്തകനാണ്. രാഷ്ട്രീയ പ്രവർത്തകന് മനുഷ്യത്വം വേണം, അവന് മൂല്യബോധം വേണം, നന്മതന്മകളെ പറ്റിയുള്ള നിലപാട് വേണം രാഷ്ട്രീയ പ്രവർത്തകന്. അതെല്ലാമാണ് ഞാൻ നിർവചിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകൻ. അങ്ങനെയാകാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ചിലപ്പോൾ എനിക്ക് കുറ്റബോധം തോന്നും, ചില സഖാക്കളോട് ഞാൻ അമിതമായി ദേഷ്യപ്പെടുമ്പോൾ. ആ സഖാക്കളെക്കാളും എനിക്ക് സങ്കടം വരും. അത്ര എല്ലാ ഘട്ടങ്ങളിലും ഞാൻ മിക്കവാറും ആ രാത്രിയിൽ, ഏറെ വൈകിട്ടാകാം അല്ലെങ്കിൽ പിറ്റേന്ന് കാലത്താകാം, ഞാൻ വിളിച്ചു പറയും, ക്ഷമിക്കണമെന്ന് ഞാൻ പറയും. അതുകൊണ്ടായിട്ടുണ്ട്. അത്രയും ഞാൻ രൂക്ഷമായിട്ട് ദേഷ്യപ്പെട്ടിട്ട് എനിക്ക് ഉറങ്ങാനാകാത്ത അനുഭവം വന്നാൽ പിറ്റേന്ന് ആ വിളി ഉണ്ടായിട്ടുണ്ട്. അവരാരും അടിമകളല്ലല്ലോ, സ്നേഹം കൊണ്ട് അവർ പാർട്ടിക്കാരായത്. ആ സ്നേഹത്തിന് മുമ്പിൽ അധികാരിയല്ല ഞാൻ, അതൊക്കെ എനിക്കറിയാം. താങ്കൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ
രാഷ്ട്രീയക്കാരനായ പിതാവ് 2 ഉപദേശങ്ങൾ തന്നിരുന്നു എന്ന് മുമ്പൊരു അഭിമുഖത്തിൽ പറഞ്ഞത്. രാഷ്ട്രീയക്കാരനല്ല, രാഷ്ട്രീയ പ്രവർത്തകനായ രാഷ്ട്രീയ പ്രവർത്തകനായ 2 ഉപദേശങ്ങൾ അദ്ദേഹം തന്നിരുന്നതായിട്ടൊരു അഭിമുഖത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പാവപ്പെട്ട മനുഷ്യരോട് കൂറുണ്ടാകണം, കയ്യിൽ കളങ്കത്തിൻ്റെ കറ പുരളരുത്. അപ്പോൾ ഈ രാഷ്ട്രീയ വിഷയങ്ങളിൽ എങ്ങനെയാണ് ഇത്തരം കാഴ്ചകൾ അല്ലെങ്കിൽ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണോ ഈ നേരത്തെ പറഞ്ഞ ശുണ്ഠി ഉണ്ടാവുന്നത്? അങ്ങനെ ഉണ്ടായ അനുഭവങ്ങൾ പറയാമോ? ഞാൻ കമ്മ്യൂണിസ്റ്റായത് പുസ്തകം വായിച്ചിട്ടല്ല. ഇപ്പോൾ എൻ്റെ മകൾ വന്ന് കണ്ടു പുറകിൽ, നേരത്തെ അവളില്ലായിരുന്നു. ഇപ്പോൾ ഏറ്റവും ബാക്കിൽ വന്നിരിക്കുന്നത് എൻ്റെ മോളാണ്. അവളാണ് എൻ്റെ ഏറ്റവും കളിയാക്കുന്നവൾ, സ്ഥിരമായിട്ട് വിമർശിക്കുന്നവൾ. അവളാണ് പറഞ്ഞത്, അച്ഛൻ എന്തുകൂടെ ചെയ്തോളുക, കവിത മാത്രം എഴുതല്ലേ അത്. അതൊക്കെ കൂടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ മോളെ, അതൊക്കെ അച്ഛൻ പറഞ്ഞു കഴിഞ്ഞു നിന്നെപ്പറ്റി. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ അതൊക്കെ ഇവിടെ ചേച്ചി ഇതിനേക്കാൾ കേട്ടാ, അവളെന്നെ ഇവളേക്കാൾ വിമർശിക്കും, കുറച്ചുകൂടെ പൊതിഞ്ഞ രീതിയിൽ. ഇവരുടെ അമ്മ എൻ്റെ കൂടെ അല്ല, ഇവരുടെ കൂടെയാണ് കളിയാക്കുമ്പോൾ. പക്ഷേ ഞങ്ങളുടെ ജീവിതവും ഞങ്ങളുടെ ലോകവും വല്ലാത്തൊരു ലോകമാണ്. ഓരോ നിമിഷവും അത്ര മനോഹരമാണെന്ന് എനിക്ക് പറയുന്നത്. മതിയാകും വരെ ഇവിടെ ജീവിച്ച് മരിച്ചവരോട് ചോദിക്കുന്നത്, ഞാൻ എൻ്റെ പാർട്ടി ജീവിതത്തെ, എൻ്റെ ഈ കുടുംബ ബന്ധങ്ങളെ, സൗഹൃദങ്ങളെല്ലാം ഓർത്തുകൊണ്ട് ഞാൻ പറയും, മതിയാകും വരെ ജീവിച്ച് ഭരിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു വന്ന കാര്യം അതല്ല. ഞാൻ മാർക്സിസ്റ്റ് പുസ്തകം വായിച്ചല്ല കമ്മ്യൂണിസ്റ്റായത്. ഞാൻ പിന്നെ കുറച്ച് വായിച്ച് കാണും. ഞാൻ കമ്മ്യൂണിസ്റ്റായത് എൻ്റെ അച്ഛൻ്റെ ജീവിതം പറഞ്ഞു കേട്ടാണ്. അത് പറയുന്ന ആൾ ഒരു താത്വിക വിദ്യാഭ്യാസമുള്ള ആളൊന്നുമല്ല. അക്ഷരം പോലും അറിയാൻ വയ്യാത്ത, പഠിച്ചിട്ടില്ലാത്ത, പള്ളിക്കൂടത്തിൽ പോകാത്ത എൻ്റെ അച്ഛൻ്റെ അമ്മ, അവരാണ് എന്നെപ്പറ്റി, എന്നെയും എൻ്റെ സഹോദരങ്ങളെയും അച്ഛൻ്റെ ജീവിതത്തിൻ്റെ ആ കഥയെല്ലാം ആദ്യമായിട്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയത്. ഞങ്ങളുടെ അമ്മമ്മ വലിയ വിശ്വാസിയായിരുന്നു, ഈശ്വരവിശ്വാസി. എന്നും വൈകുന്നേരം സന്ധ്യയാകുമ്പോഴത്തേക്ക് നിർബന്ധമാണ് അവർക്ക് കയ്യും കാലും മുഖവും എല്ലാം കഴുകിയിട്ട് നാമം ജപിക്കണമെന്ന്. നിലവിളക്കെല്ലാം കൊളുത്തി വെച്ച് അമ്മമ്മ വിളിക്കും, ഞങ്ങൾ ചെയ്തിരിക്കണം. അമ്മമ്മ ചൊല്ലിത്തരും, ഞങ്ങൾ ഏറ്റുപാടും. അതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് അമ്മമ്മ പുരാണങ്ങൾ പറയും. അത്ഭുതമാണത്. മഹാഭാരതം, രാമായണം, അതിൻ്റെയൊക്കെ മിക്കവാറും എല്ലാ കഥാപാത്രങ്ങളെയും അമ്മമ്മയ്ക്ക് അറിയാം. അവരുടെ എണ്ണം 1, 2, 10 ഒന്നുമല്ല, 100 കണക്കിനല്ലേ. അവരുടെ എല്ലാവരുടെയും പേരുകൾ, ബന്ധങ്ങൾ, ഇന്നാളിൻ്റെ ഭാര്യയുടെ സഹോദരനായിട്ടുള്ള ഇന്നാളിൻ്റെ പിന്നെ അമ്മാവനാണെന്നൊക്കെ പറഞ്ഞ് പറയുമ്പോഴത്തേക്ക് ആ എഴുതിയ ആളുകൾ അതും ഭയങ്കരം, അത് ഓർത്ത് വെക്കുന്നത് അതിനേക്കാൾ ഭയങ്കരം. എനിക്കെപ്പോഴും നമ്മുടെ ഇതിഹാസങ്ങളെപ്പറ്റി ഓർക്കുമ്പോഴത്തേക്ക് അഭിമാനമുണ്ട്. വാത്മീകിയാകട്ടെ, വ്യാസനാകട്ടെ, അവരെല്ലാം എത്രയോ വലിയവരാണ്. ഇത്രയും വെൽ നിറ്റായി ഒരു മഹാഗാഥ എഴുതാനുള്ള ആ പ്രതിഭയ്ക്ക് മുമ്പിലാണ് ഞാൻ തലകുനിക്കാറുള്ളത്. ഞാൻ ഭൗതികവാദിയായതുകൊണ്ട് ആ മഹത്വത്തെ ഞാൻ നിരാകരിക്കുന്നില്ല. ഇന്ത്യക്കാരാണ് തീർച്ചയായിട്ടും രാമായണത്തെയും മഹാഭാരതത്തെയും എല്ലാം അറിയാനും ആദരിക്കാനും കടമയുണ്ടെന്ന് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ഞാൻ പറയും, പ്രധാനമന്ത്രി മോദി ഇന്നലെ കാണിച്ചത് ശ്രീരാമനോട് കാണിച്ച അനാദരവാണ്. അയോധ്യയിലെ ശ്രീരാമൻ്റെ അമ്പലത്തിൻ്റെ മുകളിൽ ഒരു അധികാരക്കൊടി ഉയർത്തുന്നു ഒരു രാഷ്ട്രീയ അധികാരി. അത് രാമനെ പറ്റിയുള്ള എൻ്റെ സങ്കല്പത്തിൻ്റെ എന്നെ വിട്, യഥാർത്ഥ രാമഭക്തൻ്റെ നിലപാടിൻ്റെ വിപരീതമായ ഒന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശ്രീരാമൻ ഞാൻ വായിച്ച വാത്മീകി നമ്മളെല്ലാം പഠിപ്പിച്ച രാമായണ പ്രകാരമാണെങ്കിൽ അധികാരക്കൊതികനല്ല. തനിക്ക് അവകാശപ്പെട്ട ചെങ്കോലും കിരീടവും വെടിഞ്ഞവനാണ് രാമൻ. ആ രാമൻ്റെ ജീവിതം വായിച്ചവരാരും പറയില്ല, മര്യാദക്ക് എനിക്കൊരു അമ്പലം പണിയുന്നുണ്ടെങ്കിൽ അത് വേറെ എവിടെയും പാടില്ല, ബാബറി മസ്ജിദ് എവിടെയാണോ അത് പൊളിച്ചു മാറ്റിയിട്ട് അവിടെ തന്നെ വേണം ഒരമ്പലമെന്ന് വാത്മീകി രാമൻ പറയില്ല. അതുണ്ടായി ഇവിടെ.
2 രംഗം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എന്നെ അമ്പരപ്പിച്ച 2 രംഗം. ഒന്ന്, ഈ രാമക്ഷേത്രം അയോധ്യയിൽ പണി പൂർത്തിയാക്കി അതിൻ്റെ ഉദ്ഘാടന ദിവസം പൂജാരിമാരവിടെ ഒത്തിരി പേരുണ്ടായിരുന്നു. പക്ഷെ മുഖ്യ പൂജാരി ഒരു പൊളിറ്റീഷ്യനായിരുന്നു, രാഷ്ട്രീയ അധികാരിയായിരുന്നു മുഖ്യ പൂജാരി. അതൊരു രംഗം. വേറൊരു രംഗം, പുതിയ മന്ദിരം പണിതു പാർലമെൻറ്റിന്. അന്ന് ഞാനൊരു MP ആണ്, CPIയുടെ കക്ഷി നേതാവായിരുന്നു ഞാൻ. അതുകൊണ്ട് എന്നെയും വിളിച്ചിരുന്നു ആ പരിപാടിയിലേക്ക്. ഞാൻ കണ്ട കാഴ്ച എന്താണ് അവിടെ ഒരുപാട് പൂജാരിമാരുണ്ടായിരുന്നു. പക്ഷെ പൂജാരിമാരൊന്നുമല്ല പൂജിച്ചത്. മുഖ്യ പൂജാരി അവിടെയും പ്രധാനമന്ത്രിയായിരുന്നു. രാഷ്ട്രീയ വേദിയിൽ മുഖ്യ പൂജാരി രാഷ്ട്രീയക്കാരനാകുന്നു, അമ്പലത്തിലും മുഖ്യ പൂജാരി രാഷ്ട്രീയക്കാരനാകുന്നു. എനിക്ക് മനസ്സിലാകുന്നില്ല അധികാരവും മതവും തമ്മിലുള്ള ബന്ധം എന്താണ്. ഈ ബന്ധമല്ല. BJP രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നം അതാണ്. അധികാരത്തെയും മതത്തെയും തമ്മിൽ, രാഷ്ട്രീയത്തെയും മതത്തെയും തമ്മിൽ അത് തിരിച്ചറിയാനാകാത്ത വിധം കൂട്ടിക്കുഴയ്ക്കുന്നു. അതിൻ്റെ അടുത്ത ഘട്ടമാണ് കണ്ടത്. ഈ വെൺകൊറ്റക്കുട എന്നൊക്കെ പറയും പോലെ ഈ അമ്പലത്തിൻ്റെ മുകളിൽ ഒരു പതാക പാറി മിനിങ്ങാന്ന്. ആ പതാക പറപ്പിക്കാൻ പോകുന്നത് പ്രധാനമന്ത്രിയാണ്. അധികാരത്തോട് ഇത്രയും വലിയ ആർത്തി കാണിച്ചുകൂടാ. ആ ആർത്തിയുടെ മറയായിട്ട് വിശ്വാസങ്ങളെ മാറ്റാൻ പാടില്ല. ആ തെറ്റാണ് നിരന്തരമായിട്ട് ഇവിടെ മതരാഷ്ട്രീയവാദം ചെയ്യുന്നത്. മതരാഷ്ട്രീയവാദവും വാസ്തവത്തിൽ മതത്തോടും രാഷ്ട്രീയത്തോടും കാണിക്കുന്നത് തെറ്റാണെന്നാണ് എൻ്റെ വിശ്വാസം. അത് പറയാൻ ഞാൻ മടിക്കും. എൻ്റെ നിലപാട് അതാണ്. മതത്തെ ഞാൻ മാനിക്കുന്നുണ്ട്, വിശ്വാസങ്ങളെയും മാനിക്കുന്നുണ്ട്. പക്ഷേ മതഭ്രാന്ത്, വിശ്വാസഭ്രാന്ത് അത് ശരിക്കും പറഞ്ഞാൽ വിശ്വാസമല്ല. യഥാർത്ഥ വിശ്വാസത്തിൻ്റെ പാഠങ്ങളെയെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഈ തീവ്രവാദങ്ങളെല്ലാം പോകുന്നത്. അതുകൊണ്ട് ഞാൻ ചിന്തിക്കുന്നത് മതഭ്രാന്ത്, മതമൗലികവാദം എന്നൊക്കെ പറയുന്നത് മതത്തിനെതിരാണ്, അത് മനുഷ്യനെതിരാണ്, ദൈവത്തിനുമെതിരാണത്. ഒരേപോലെ ദൈവത്തെയും മതത്തെയും മനുഷ്യനെയും അനാദരിക്കുന്ന എല്ലാ തീവ്രവാദങ്ങളും തെറ്റാണെന്ന് പറയാൻ കമ്മ്യൂണിസ്റ്റുകാർ യഥാർത്ഥ വിശ്വാസികളുമായി കൈകോർത്ത് പിടിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ഒരു ഐക്യനിര വേണം ഇന്നത്തെ നാടിന്. അല്ലെങ്കിൽ മതഭ്രാന്ത് ഈ നാടിനെ കീഴ്പ്പെടുത്തും. ഇതൊരു മഹായുദ്ധമാണ്, ഇന്ത്യയുടെ വൈവിധ്യങ്ങളെ രക്ഷിക്കാനുള്ള മഹായുദ്ധം. ആ യുദ്ധത്തിൽ ഇടതുപക്ഷക്കാരും മതവിശ്വാസികളും എന്ന് വെച്ചാൽ യഥാർത്ഥ മതവിശ്വാസികളും, രണ്ടിലുമുണ്ട് അയഥാർത്ഥങ്ങളുണ്ട്. രാഷ്ട്രീയത്തിലുമുണ്ട് അയഥാർത്ഥം ഉണ്ട്, മതങ്ങളിലുമുണ്ട് അയഥാർത്ഥം. അതുകൊണ്ട് അവരെ മാറ്റിവെക്കുക. മതത്തിലെയും രാഷ്ട്രീയത്തിലെയും യാഥാർത്ഥ്യബോധമുള്ള യഥാർത്ഥ ചിന്തകന്മാരും വിശ്വാസികളും രണ്ട് ഭാഗത്തുമുള്ളവർ കൈകോർത്ത് പിടിച്ചുകൊണ്ട് നീങ്ങിയില്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യ എല്ലാത്തരം മതഭ്രാന്തിൻ്റെയും സംഘർഷവേദിയായിട്ട് മാറും. ആ സംഘർഷങ്ങൾ ഇന്ത്യയെ മുമ്പോട്ട് പോകാൻ സഹായിക്കില്ല. ഇന്ത്യൻ പുരോഗതിയെ അത് പിടിച്ചു നിർത്തും. അതുകൊണ്ട് അതിനെ തടഞ്ഞേ തീരൂ. ഞാൻ വഴിമാറിപ്പോയി. ഞാൻ തുടങ്ങിയത് അമ്മമ്മയിൽ നിന്നാണ്, പക്ഷെ ഇവിടെ എത്തിയത് മോദിയിലാണ്. അമ്മമ്മയെ പറ്റി പറയാമോ? അമ്മമ്മയുടെ കാര്യം ഞാൻ പറഞ്ഞത് പറയണമോ? ഈ പ്രാർത്ഥനയ്ക്കിടയിൽ പെട്ടെന്ന് പഴയ ശ്രീരാമൻ്റെ കഥ, ശ്രീകൃഷ്ണൻ്റെ കഥയൊക്കെ പറയും. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അമ്മമ്മയുടെ ഒരു ട്വിസ്റ്റ് ഉണ്ടാകും. ഓ, ആ കാലം എന്തൊരു കാലമായിരുന്നു! മനുഷ്യർക്കാകെ ജീവിക്കാനാകാത്ത കാലം. തിന്നാനും ഒന്നുമില്ല, കുടിക്കാനില്ല, ഉടുതുണി മാറാനുള്ള അന്തരീക്ഷമില്ല, കടപ്പാടയില്ല, മർദ്ദനങ്ങളും ഇല്ലായ്മകളും കൊണ്ട് പൊറുതിമുട്ടിയ കാലം. ആ വല്ലാത്ത കാലത്ത് എൻ്റെ വിശ്വൻ, എൻ്റെ അച്ഛൻ്റെ പേര് വിശ്വനാഥൻ എന്നാണ്, അമ്മമ്മയുടെ മകൻ. അമ്മ പറയും, എൻ്റെ വിശ്വൻ എന്തോരം സഹിച്ചു. എത്രയോ ദിവസം അവനെ
ഞാനൊരു അമ്മയുടെ ദുഃഖം ഓർത്തു പോവുകയാണ്. മർദ്ദനമേറ്റ തൻ്റെ മകനെപ്പറ്റി ഇങ്ങനെ പറയും അമ്മമ്മ. എൻ്റെ കണ്ണിപ്പം നിറയുന്നുണ്ട്, പക്ഷെ അമ്മമ്മ അത് പറഞ്ഞത് കണ്ണ് നിറയാതെയാണ് പറഞ്ഞത്. അതിനെല്ലാം അവൻ നേരിട്ടു. ജനങ്ങൾക്ക് അവന് ഇഷ്ടമായിരുന്നു. ഒരു ദിവസം വൈക്കത്തൊക്കെ ഒരു വാർത്ത വരുന്നു, വിശ്വനെ പോലീസ് പിടിച്ചിട്ട് ലോക്കപ്പിൽ വെച്ച് തല്ലിക്കൊന്നുവന്നു. അമ്മമ്മ പറയുകയാണ്, ഞാൻ പെറ്റ തള്ളയാ, എനിക്കത് കേട്ടിരിക്കാൻ പറ്റില്ല. ഇട്ടിരുന്ന തുണിയുടെ മുകളിലേക്കൊരു തോർത്തെടുത്തിട്ടിട്ട് ഞാൻ ഓടി വൈക്കത്തെ പോലീസ് സ്റ്റേഷനിലേക്ക്. അവിടെ ചെല്ലുമ്പോൾ എന്താ കാഴ്ച? മണ്ണ് വാരി ഇട്ടാൽ താഴത്തേക്ക് പോകില്ല. അവരുടെ വാക്ക് ഞാൻ പറയുകയാണ്, മണ്ണ് വാരി ഇട്ടാൽ താഴത്തേക്ക് പോകില്ല. അത്രയും വലിയ പുരുഷാരമാണ്. വിശ്വൻ തല്ലുകൊണ്ട് മരിച്ചു എന്ന വാർത്ത കേട്ട് ജനം ഓടിക്കൂടിയതാണ്. അവിടെ മുഴുവനും പോലീസാണ് ഈ ജനങ്ങളെ തടഞ്ഞുകൊണ്ട്. എല്ലാവരും ഭയപ്പെട്ട് നിൽക്കുകയാണ്. 2 പോലീസുകാർ തോക്കിങ്ങനെ കുറുകെ വെച്ചിട്ട് നിൽക്കുകയാണ് ഗേറ്റിൻ്റെ അവിടെ. എനിക്കെന്ത് പേടിക്കാൻ? ഞാൻ ചെന്ന് പറഞ്ഞു, നിങ്ങളെൻ്റെ മോനെ തല്ലിക്കൊന്നു, അവൻ്റെ അമ്മയാണ് ഞാൻ, എനിക്കവനെ കാണണം. പോലീസുകാർ പേടിച്ചിട്ടോ അല്ല ദയ കൊണ്ടോ ആയിരിക്കാം പോക്ക് മാറ്റി അമ്മമ്മ അകത്തേക്ക് ചെന്ന് അന്നത്തെ പോലീസ് മേധാവി DSP എന്നമ്മ പറഞ്ഞു, DSP രാജൻ വന്ന് പറഞ്ഞു പോലും അമ്മയുടെ മകനെ ഞങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയത് കഥ ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ അച്ഛനും ആ തലമുറയും അസഹാക്കളും ജീവിച്ചതും പോരാടിയതും എന്തിനേയും കൂസാതെ നേടേണ്ട ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണെന്ന് എൻ്റെ കൊച്ചു മനസ്സിൽ അന്ന് വീണ വിത്താണ് എന്നെ കമ്മ്യൂണിസ്റ്റാക്കിയത്. എൻ്റെ ചേച്ചിയും എൻ്റെ അനിയനും അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റായത്. ഞാൻ പിന്നെയാണ് മാർക്സിസം വായിച്ചത്. എല്ലാം വായിച്ചിട്ടില്ല, കുറച്ച് വായിച്ചിട്ടുണ്ട്, അതെല്ലാം പിന്നെ വായിച്ചതാണ്. ഞാൻ കമ്മ്യൂണിസ്റ്റായ വഴി ഇതാണ്. ആ വഴിയുടെ എല്ലാ പാവനതയും പരിശുദ്ധിയും ജീവിതാന്ത്യം വരെ എനിക്ക് പാലിക്കേണ്ടതുണ്ടെന്ന് എന്നോട് ഇപ്പോഴും ഞാൻ പറയാറുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, വഴിതെറ്റിപ്പോകില്ല എന്ന്. ഞാൻ രാഷ്ട്രീയ പാർട്ടി പുറത്തിറങ്ങാൻ തീരുമാനിച്ച ദിവസം എനിക്ക് ഓർമ്മയുണ്ട്. LLB പാസ്സായി എൻറോൾമെൻറ്റെല്ലാം കഴിഞ്ഞ് ഞാൻ പാർട്ടിക്ക് എഴുതി. എൻ്റെ എൻറോൾമെൻറ്റെല്ലാം കഴിഞ്ഞു. ഞാൻ ചെറിയൊരു ആശയക്കുഴപ്പത്തിലാണ്. അഭിഭാഷകനാകണമോ അതോ മുഴുസമയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനാകണമോ, ഇതാണ് ആശയക്കുഴപ്പം. എൻ്റെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നെ പിടിച്ച് വലിക്കുകയാണ്. പാർട്ടി പറയുമ്പോൾ ചെയ്യാമെന്ന് ഞാൻ ഒരു കത്തെഴുതി അയച്ചു. എൻ. ബാലറാം എന്ന പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. എൻ്റെ അച്ഛൻ അസിസ്റ്റൻറ്റ് സെക്രട്ടറിയുമാണ്. അച്ഛനും VV രാഘവനും അസിസ്റ്റൻറ്റ് സെക്രട്ടറിമാരാണ്. ആ കത്ത് ഡിസ്കസ് ചെയ്തിട്ട് പാർട്ടി എനിക്ക് മറുപടി എഴുതിയിട്ട് അതിൽ ബാലറാം പറഞ്ഞു, സഖാവ് ഇന്ന് ചെയ്യുന്നത് പോലെ മുഴുസമയ പാർട്ടി പ്രവർത്തകനായിട്ട് തുടരണം, അഭിഭാഷക വൃത്തിക്ക് പോകേണ്ടതില്ല എന്നാണ് കത്തിലെ വാചകങ്ങൾ. ആ കത്ത് കിട്ടിയ അന്ന് ഞാൻ എവിടെയെല്ലാം പോയി രാത്രി എറണാകുളത്ത് വീട്ടിലേക്ക് എത്തുന്നു. ഞങ്ങളുടെ വീട്ടിൽ കഞ്ഞിയാണ് രാത്രി. അന്നും കഞ്ഞിയാണ്, ഇന്നും കഞ്ഞി തന്നെയാണ്. ഞാൻ ചെല്ലുമ്പോൾ അച്ഛനും അമ്മയും അവിടെ കഞ്ഞി കുടിക്കുകയാണ്. എൻ്റെ ചെല്ലൽ ഓർക്കാപ്പുറത്താണ്. ഓർക്കാപ്പുറത്ത് ചെല്ലുമ്പോഴത്തേക്ക് അവരെന്നെ വിളിച്ച് കൂടെ ഇരുത്തി. ഞാൻ കഴിച്ചിട്ടില്ലായിരുന്നു. കഴിച്ച് വിശേഷമൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ എഴുന്നേറ്റ് കൈ കഴുകിയിട്ട് രാത്രി ഒത്തിരി വൈകി. അച്ഛൻ കിടക്കാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ അച്ഛൻ പോകല്ലേ, ഒരു കാര്യം പറയാണെന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ കാത്തു നിന്നു. ഞാൻ അങ്ങോട്ട് ചെന്നു. ഞാൻ അമ്മയും വിളിച്ചു. അമ്മയമ്മ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ സഹോദരങ്ങൾ കുറേ കാണും. അപ്പോൾ ഞങ്ങൾ മൂന്നും കൂടെ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞു, പാർട്ടിയുടെ കത്ത് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞു അച്ഛനോട്. അമ്മയോടും പറഞ്ഞു. അച്ഛൻ പറഞ്ഞു എനിക്കറിയാമെന്ന് പറഞ്ഞു. അപ്പം ഞാനത് തീരുമാനിച്ചു. ഞാൻ പാർട്ടിയുടെ മുഴുസമയ പ്രവർത്തകനാകുമ്പോൾ തീരുമാനിച്ചു ഞാൻ വക്കീലാകാൻ പോകുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. അമ്മയൊന്നും പറഞ്ഞില്ല. അച്ഛൻ പറഞ്ഞു, നീ പാർട്ടി പ്രവർത്തകനാകാൻ തീരുമാനിച്ചത് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി
പ്രവർത്തനം തീരുമാനിച്ചാൽ 2 കാര്യം മറന്നു പോകരുത്. ഒന്ന്, പാവങ്ങളോട് എന്ത് കൂറ് കാണിക്കണം. പിന്നെ പറഞ്ഞു, കയ്യിലൊരിക്കലും കളങ്കം പുരളാൻ പാടില്ല. കമ്മ്യൂണിസ്റ്റായ ഒരച്ഛൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ചോര ചൊരിഞ്ഞൊരച്ഛൻ, കമ്മ്യൂണിസ്റ്റാകാൻ പോകുന്ന ഒരു മകന് കൊടുത്ത ആജ്ഞയാണത്. ആ ആജ്ഞ ഞാൻ ഇന്നും പാലിക്കുന്നുണ്ട്. അത് മരണം വരെ പാലിക്കും. ഇതാണ് എൻ്റെ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനം. അറിയാതെ കണ്ണു നിറഞ്ഞു പോയത്, ഞാൻ അച്ഛനെ മാത്രം ഓർത്തതല്ല, അച്ഛനെ ഓർത്ത് ഞാൻ ആ കാലത്ത് ഓർത്തു, എൻ്റെ അമ്മമ്മയെ ഓർത്തു, എൻ്റെ അമ്മയെ ഓർത്തു, പാർട്ടിക്ക് വേണ്ടി എല്ലാം വെടിഞ്ഞവരെ എല്ലാവരെയും ഓർത്തു. ഞാൻ എൻ്റെ അച്ഛനടക്കമുള്ള സഖാക്കളെ ആ ഭീകരമായ മർദ്ദനകാലത്ത് പ്രാണൻ പോലും തടവർ ഗണിച്ചുകൊണ്ട് രക്ഷിച്ച പരശതം പാവങ്ങളുണ്ട്. കൊച്ചു കൂരയിൽ ഇവരെ സൂക്ഷിച്ചവർ, കഞ്ഞി വെച്ചാൽ വറ്റെല്ലാം ഇവർക്ക് വാരി കോരി കൊടുത്തവർ, കഞ്ഞിവെള്ളം കുടിച്ച് വിശപ്പടക്കിയവർ, ആ പാവങ്ങൾ അവരുടെ പാർട്ടിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഞങ്ങൾ അവരോട് കൂറ് കാണിക്കേണ്ടവരാണ്. കമ്മ്യൂണിസ്റ്റുകാർക്ക് ആ കൂറ് വേണം. എല്ലാവരെ പോലെയും അവർ വഴിതെറ്റി പോകാൻ പാടില്ല. അവരുടെ കയ്യിൽ കളങ്കം പുരളാൻ പാടില്ല. വഴിതെറ്റി പോകാൻ, അഴിമതി കാണിക്കാൻ, കളങ്കം പുരളാൻ ഏത് പാർട്ടിക്കാർക്കും ഒരുപാട് അവസരം ഇന്നുണ്ട്. ഒരുപാട് അവസരം അങ്ങനെയൊന്നുണ്ട് അവിടെ. പക്ഷെ ആ വഴിയല്ല എൻ്റെ വഴി. എൻ്റെ വഴി വേറിട്ട വഴിയാണെന്നുള്ള ബോധ്യമാണ് ഒരു കമ്മ്യൂണിസ്റ്റാക്കേണ്ടത്. ആ വഴിയാണ് ഞാൻ പോകേണ്ട വഴിയെന്ന് എന്നെ പഠിപ്പിച്ചത്. ഇതെല്ലാം കൂടി ചേർന്ന ഒരു അന്തരീക്ഷമാണ്. അതിലേക്ക് നയിച്ച സംഭവങ്ങൾ ഓർത്തപ്പോഴത്തേക്കും കണ്ണ് നിറഞ്ഞു പോയത് മാപ്പാക്കണം. ഈ പാവപ്പെട്ട വിഭാഗങ്ങളോടുള്ള കൂറ്, അത് കമ്മ്യൂണിസ്റ്റുകാരുടെ അല്ലെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകരുടെ എല്ലാം അടിസ്ഥാന തത്വമായിരിക്കേണ്ടതാണെന്നാണ് താങ്കൾ വിശദീകരിച്ചതെന്ന് മനസ്സിലായത്. അതുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. അടുത്തിടെ ആലപ്പുഴയിൽ നടന്ന CPI സംസ്ഥാന സമ്മേളനത്തിൻ്റെ റിപ്പോർട്ടിൽ താങ്കൾ എഴുതിയ ഒരു കാര്യമുണ്ട്. ഈ പരമ്പരാഗത തൊഴിൽ മേഖലയിൽ 5 ലക്ഷത്തിലേറെ ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടപ്പോഴും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന പേരിൽ എല്ലാ നിയമങ്ങളെയും മാറ്റിവെച്ചിട്ട് വികസനമാണ് വലുത് എന്നുള്ള രീതിയിൽ ഇടതുപക്ഷ സർക്കാർ അതിനുവേണ്ടി തുനിയുന്നതിനെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു വാചകമായിരുന്നു അത്. അപ്പോൾ ഈ സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇടതുപക്ഷത്തിൻ്റെ മുൻഗണനയുടെ പാളം തെറ്റുന്നു എന്നാണോ അതിൻ്റെ അർത്ഥം? എന്നല്ല, ഇടതുപക്ഷത്തിൻ്റെ സർക്കാർ ഒരു നയത്തിൻ്റെ കാര്യത്തിലും നിലപാടിൻ്റെ കാര്യത്തിലും വ്യക്തത വേണ്ട പക്ഷത്തിൻ്റെ സർക്കാരാണ്. വികസനം സമൂഹത്തിൻ്റെ അവകാശമാണ്. വികസനം എല്ലാ ജനങ്ങളുടെയും അവകാശമാണ്. ജനപദങ്ങൾക്കൊന്നിനും ഇന്നലെ ജീവിച്ചതുപോലെ ഇന്ന് ജീവിക്കാൻ പറ്റില്ല. ദേ ഹാവ് ടു ഗോ ഫോർവേഡ്സ്. അതുകൊണ്ട് വികസനം വേണം. ആ വികസനത്തിൽ ഒരു ചോദ്യമുണ്ട്. വികസനത്തിൻ്റെ ലക്ഷ്യം എന്താണ്? വികസനം ആർക്ക് വേണ്ടിയാണ്?
വികസനം എങ്ങനെയാണ്? ലോകത്തെവിടെയുമുള്ള ചോദ്യമാണിത്. വികസന യാത്രയിലെല്ലാം അവിടെ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഒരേ മറുപടിയല്ല. ആ വ്യത്യാസമാണ് ഇടതുപക്ഷത്തെ ഇടതുപക്ഷമാക്കിയത്. വലതുപക്ഷം ലോകത്തെവിടെയും പറഞ്ഞത് വികസനമെന്ന് പറഞ്ഞാൽ വലിയ സമ്പത്ത് കൊന്നുമുട്ടലാണ്, മഹാസൗധം കെട്ടിപ്പൊക്കലാണ്, രാജവീഥികൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കലാണ്, അതിനുവേണ്ടി കാടും മലയും എല്ലാം ഇല്ലാതാക്കലും പുഴയും കായലുമൊക്കെ നികത്തലും, എങ്ങനെയും ഇതൊക്കെ ചെയ്താൽ മതി, സമ്പത്തുണ്ടാക്കിയാൽ മാത്രം മതി. അതാണ് വികസനമെന്ന് പറയുന്നു ലോകത്തെവിടെയും വലതുപക്ഷം. ഇടതുപക്ഷം പറഞ്ഞു അതല്ല, മനുഷ്യൻ്റെ, അതും സമൂഹത്തിലെ ഏറ്റവും താഴെയുള്ള മനുഷ്യൻ്റെ ജീവിതാവശ്യങ്ങളോടുള്ള നിലപാടാണ് മുൻഗണനയായി ഇടതുപക്ഷം വേണ്ടതെന്നാണ് ഇടതുപക്ഷ കാഴ്ചപ്പാട്. ലോകം ഈ ചോദ്യം ഉന്നയിച്ചത് ഇങ്ങനെയാണ്: പീപ്പിൾ ഓർ പ്രോഫിറ്റ്സ്? വലതുപക്ഷം പറഞ്ഞു പ്രോഫിറ്റ്സ്, ഇടതുപക്ഷം പറയുന്നു അല്ല, പീപ്പിൾ. ലാഭത്തിന് വേണ്ടിയാണോ മനുഷ്യന് വേണ്ടിയാണോ വികസനം? ഇടതുപക്ഷത്തിൻ്റെ കാഴ്ചപ്പാട് വികസനം മനുഷ്യന് വേണ്ടിയാണെന്നാണ്, സമൂഹത്തിലെ ഏറ്റവും താഴെയുള്ള പാവങ്ങൾക്ക് വേണ്ടിയാണെന്നാണ്. ആ വികസനമാണ് ഇടതുപക്ഷ വികസനം. അതേപ്പറ്റി സംവാദങ്ങൾ വേണം. സംവാദം ഉണ്ടായിട്ടുണ്ട്. ആലപ്പുഴയിലെ സ്റ്റേറ്റ് സമ്മേളനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതാ പറയാൻ ശ്രമിച്ചത്. ഈ സമൂഹത്തിലെ പാവങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോഴും ഉണ്ട്. ഒരുപാട് സമൂഹം മുന്നോട്ട് പോയി, പക്ഷേ ഇന്നും പാവങ്ങളുണ്ട്. പ്രത്യേകിച്ച് കയർ മേഖല, കശുവണ്ടി മേഖല തുടങ്ങിയ പരമ്പരാഗത മേഖല. പഴയതുപോലെ എണ്ണമില്ല, പലരും വഴിമാറിപ്പോകേണ്ടി വന്നു ജീവിതപ്രയാസം കൊണ്ട്. പക്ഷേ പതിനായിരങ്ങളുടെ ജീവിതമാർഗമാണ് ഇപ്പോഴും അത്. ആ മനുഷ്യരെ ഇടതുപക്ഷം കാണണം. ഇതാണ് CPIയുടെ കാഴ്ചപ്പാട്, ഇതാകണം CPM കാഴ്ചപ്പാടും എന്നെൻ്റെ വിശ്വാസം. അതുകൊണ്ട് അവരെ മറന്നുകൊണ്ടല്ല വികസനം വരേണ്ടത്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൻ്റെ പ്രശ്നം എന്താ? അത്തരം പദാവലികളെല്ലാം കേൾക്കാൻ ഇമ്പമുള്ള പദാവലികളാണ്. പക്ഷെ അത് മാത്രം പറഞ്ഞുകൊണ്ട് ഈ താഴെയുള്ള മനുഷ്യരെ മറക്കുന്ന ഒരു വഴിയെ പോയിക്കൂടെ എന്നുള്ളതാണ് LDF സർക്കാർ നയം. ആ നയമാണ് ഇപ്പോൾ സഖാവ് പിണറായി വിജയൻ നയിക്കുന്ന ഗവൺമെൻറ് ജനങ്ങളെ മറക്കാത്ത വികസനമാണ് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ. ആ നിലപാടിലേക്ക് സർക്കാരത്തിൻ്റെ പുറകിൽ CPIയുടെയും CPMൻ്റെയും എല്ലാം വലിയ പങ്കുണ്ട്. പരമ്പരാഗത മേഖലയെ ഇടതുപക്ഷം മറക്കുന്നില്ല. ആകാവുന്ന പോലെയെല്ലാം അവരെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ഭക്ഷണത്തിൻ്റെയും പാർപ്പിടത്തിൻ്റെയും വിഷയങ്ങളിൽ ഇടതുപക്ഷത്തിൻ്റെ മുന്നേറ്റത്തിൻ്റെ കഥകൾ കേരളം കാണുന്നുണ്ട്. സഖാവ് MN തുടങ്ങി വെച്ച 1,00,000 വീട് പദ്ധതി അതിപ്പോൾ ലൈഫായി മാറി. ലക്ഷക്കണക്കായ വീടുകളുണ്ടായി. തലയ്ക്ക് മുകളിൽ ശൂന്യാകാശം, താഴെ മരുഭൂമി എന്നുള്ള പാട്ടൊക്കെ പോയി. ഇന്ന് എന്തായാലും ശരി, പാവങ്ങൾക്ക് കയറിക്കിടക്കാൻ കിടപ്പാടമുണ്ടാക്കി ഇടതുപക്ഷം. വലിയ യാത്രയാണത്. ആ യാത്രയിൽ ഇടതുപക്ഷം ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു, തെളിയിച്ചിരിക്കുന്നു. ഈ സമൂഹത്തിൽ അതിദാരിദ്ര്യം ഇല്ലാതായിരിക്കുന്നു. എക്സ്ട്രീം പോവർട്ടി ഇവിടെ ഇല്ല. അത് വലിയ നേട്ടമാണ്. ഇടതുപക്ഷ കാഴ്ചപ്പാടാണത്. പക്ഷെ അവിടെ ഫുൾ സ്റ്റോപ്പ് ആകുന്നില്ല. ഈ ഇലക്ഷൻ്റെ മാനിഫെസ്റ്റോയിൽ ഇടതുപക്ഷം പറഞ്ഞു അടുത്ത സ്റ്റെപ്പ് ഞങ്ങളുടേത് ദാരിദ്ര്യത്തിൻ്റെ ഉച്ചാടനമാണ്. എക്സ്ട്രീം പോവർട്ടി മാത്രമല്ല, പോവർട്ടി ഇല്ലാതാകണം. എല്ലാവർക്കും ഭക്ഷണവും പാർപ്പിടവും വിദ്യാഭ്യാസവും തൊഴിലും കൊടുക്കണം. ആ നിലപാടിലെ വ്യക്തതയാണ് ലെഫ്റ്റിനെ ഇടതുപക്ഷമാക്കുന്നത്. അതാണ് ഞങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. അതിലേക്കുള്ള യാത്രയിൽ CPIയും CPMും തമ്മിൽ അടിസ്ഥാനപരമായിട്ട് വൈജാത്യങ്ങളില്ല. ബേസിക്കലി ഞങ്ങളുടെ വഴി ഒരേ വഴിയാണ്. ചിലപ്പോൾ ഞങ്ങൾ തമ്മിൽ ചില ഊന്നലുകളിൽ ചെറിയ മാറ്റം ഉണ്ടായേക്കാളാം വല്ലപ്പോഴും. പക്ഷേ പ്രധാനമായിട്ടും ഞങ്ങൾ രണ്ട് പാർട്ടികളും LDF ആകെ തന്നെയും അടിസ്ഥാന മനുഷ്യൻ്റെ പാവങ്ങളുടെ ഇത്തരം ജീവിതാവശ്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന കാര്യത്തിൽ ഒരേ കാഴ്ചപ്പാടുള്ള പക്ഷമാണ്. ഈ കാഴ്ചപ്പാടാണ് CPIയെയും CPMനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്.
CPI CPM ബന്ധങ്ങളുടെ അടിസ്ഥാനം ഈ വർഗനയങ്ങളാണ്. അതിൻ്റെ ഭാഷാവലിയും പ്രധാനമാണെന്നാണ് CPI കാഴ്ചപ്പാട്. ഇതാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. ഇതാണ് ആലപ്പുഴയിലും പറഞ്ഞത്. ഇതേ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിന് അതിൻ്റെ വഴി സുഗമമാക്കുന്ന രീതിയിലാണ് കേന്ദ്ര സർക്കാർ പുതുതായി അവതരിപ്പിക്കുന്ന ലേബർ കോഡ് എന്ന ഒരു വിമർശനം ഉണ്ടായിട്ടുണ്ട്. അതിനൊരു കരട് ചട്ടം സംസ്ഥാനത്തുണ്ടാക്കിയപ്പോൾ അത് ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് AITUC ഉൾപ്പെടെയുള്ള ചില തൊഴിലാളി യൂണിയനുകൾ പറയുകയും ചെയ്യുന്നു. ഇത് PM ശ്രീ പദ്ധതിയിലെ പോലെ LDFിലും ചർച്ച ചെയ്യാതെയാണോ ഈ കരട് തയ്യാറാക്കിയത്? അങ്ങനെ സംശയിച്ചാൽ എന്താണ് താങ്കളുടെ മറുപടി? ഇടതുപക്ഷത്തിൻ്റെ ഒരു ഗവൺമെൻറ് ഇവിടെ ഭരിക്കുന്നുണ്ട് എന്ന കാരണം കൊണ്ട് മാത്രം ബ്യൂറോക്രസി അടിമുടി മാറിയിട്ടില്ല. ബ്യൂറോക്രസി ഇപ്പോഴും പഴയ ബ്യൂറോക്രസിയാണ്. അതിൻ്റെ പല മുൻഗണനകളും പഴയത് തന്നെയാണ്. ഒരു ലെഫ്റ്റ് ഗവൺമെൻറ്റിൻ്റെ ലെഫ്റ്റ് നയങ്ങളുടെ പാതയെപ്പറ്റിയുള്ള ചിന്തകൾ ഉൾക്കൊള്ളാനാകാത്തവർ, ആ വഴിക്ക് പോകാൻ മടിക്കുന്നവർ ഇപ്പോഴും കാണും ഈ ബ്യൂറോക്രസിയിൽ. അതുകൊണ്ടാണ് ഇടതുപക്ഷം ഇന്ത്യയിലാകെ തന്നെ ഒന്നടങ്കി എതിർക്കുന്ന പദ്ധതിയാണ് ഈ ലേബർ കോഡ്. വാസ്തവത്തിൽ ലേബർ കോഡ് ആൻറ്റി ലേബർ കോഡാണ്. ഞാൻ ശരിയായി തന്നെയാണ് പറഞ്ഞത്. ഈ ലേബർ കോഡ് നടപ്പിലാക്കുക വഴി മോദി ഗവൺമെൻറ് ഇന്ത്യയിലെ കോർപ്പറേറ്റ് കൊള്ളക്കാരുടെ CEO ആയി മാറിയിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നുവെച്ചാൽ ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് ദ ഇന്ത്യൻ കോർപ്പറേറ്റ്സ് ഓഫ് ദ എക്സ്പ്ലോയിറ്റേഴ്സ് എന്നാണ് ഞാൻ പറഞ്ഞത് CPIക്ക് വേണ്ടി. അതിനു വേണ്ടിയാണ് ലേബർ കോഡ് കൊണ്ടുവന്നത്. ഇറ്റ് ഈസ് ആക്ച്വലി ആൻറ്റി ലേബർ കോഡ്. അതിൻ്റെ ഓരോ വ്യവസ്ഥകളും നോക്കിയാൽ വ്യക്തമാകും. വേഷം മാറി നല്ല ഭംഗിയുള്ള വാക്കെല്ലാം പറഞ്ഞുകൊണ്ട് വരുന്ന ആ നിയമത്തിൻ്റെ ഓരോ പോക്കും എങ്ങനെയാണോ കർഷകരെ വരിഞ്ഞു മുറുക്കാനായി കർഷക നിയമം കൊണ്ടുവന്നത്, അതുപോലെ തന്നെയാണ് തൊഴിലാളി വർഗത്തിൻ്റെ കൈയും കാലും വരിഞ്ഞു കെട്ടി കൂട്ടായി വിലപേശാനുള്ള അവകാശത്തെ തട്ടിപ്പറിച്ച് ചൂഷകവർഗത്തിലേക്ക് മുമ്പിലേക്ക് എടുത്തെറിയുന്ന നയത്തിൻ്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര ഗവൺമെൻറ് ഈ നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. കേരളം ആ വഴിക്ക് പോകുന്നില്ല. വേറിട്ട വഴി ചൂണ്ടിക്കാണിക്കാൻ കടപ്പെട്ട ഗവൺമെൻറ്റാണ് ഇവിടുത്തെ ഗവൺമെൻറ്. അതുകൊണ്ട് തന്നെ ഈ ലേബർ കോഡിൻ്റെ കാര്യത്തിൽ കേരളത്തിന് വ്യത്യസ്ത കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിൻ്റെ ഗവൺമെൻറ്റാണ് ഇവിടുത്തെ ഗവൺമെൻറ്. ഇതറിയാത്ത ഉദ്യോഗസ്ഥന്മാരുണ്ടായിരിക്കാം. ഉദ്യോഗസ്ഥന്മാർക്ക് ഈ സർക്കാരിൻ്റെ നയങ്ങളെപ്പറ്റിയും ശരിയെപ്പറ്റിയും ബോധ്യമുണ്ടാകണം എന്നാണ് ഞാൻ പറഞ്ഞത്. അതൊരു സ്ട്രഗിളാണ്. ഒരു മുതലാളിത്ത വ്യവസ്ഥയ്ക്കകത്ത് പ്രവർത്തിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിൻ്റെ പരിമിതിയാണിത്. ആ പരിമിതിയെപ്പറ്റി ആദ്യം കേരളത്തോട് പറഞ്ഞത് സഖാ VMS ആണ്. 57 ഒന്നാമത്തെ സർക്കാർ വന്നപ്പോൾ സഖാ VMS ഈ വൈരുദ്ധ്യം പറഞ്ഞു. ഇപ്പോഴുമുണ്ട് ആ വൈരുദ്ധ്യം. ഒരു ഫെഡറൽ ഭരണഘടന, അതിനകത്തുള്ള കേന്ദ്രത്തിൻ്റെ പ്രത്യേക അധികാരാവകാശങ്ങൾ, അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാന ഗവൺമെൻറ്, അതിൻ്റെ പരിമിതമായ അധികാരാവകാശങ്ങൾ, ഇവയെല്ലാം തമ്മിൽ ഉണ്ടാകാവുന്ന സംഘർഷമുണ്ട്. അതേപ്പറ്റിയാണ് EMS അന്ന് പറഞ്ഞത്. അതാണ് ഇപ്പോഴും തുടരുന്നത്. അത് മനസ്സിലാക്കിയുള്ള മുന്നോട്ട് പോക്കിൻ്റെ വഴിയാണ് LDF ആരാകുന്നത്. അതിനകത്ത് CPIക്കും CPMനും കാഴ്ചപ്പാട് വേറെ വേറെയല്ല. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംവാദമുണ്ടായിട്ടുണ്ട്. സംവാദം ഉണ്ടാകുന്നതൊന്നും വഴിപിരിഞ്ഞ് പോകാൻ വേണ്ടിയല്ല. വഴിപിരിഞ്ഞ് പോകാൻ പാടില്ല. ഞങ്ങൾ തമ്മിലടിച്ച് പിരിഞ്ഞാൽ ഇന്ത്യയിലെ പാവങ്ങൾക്ക് ആശ്രയിക്കാൻ വേണ്ടി നാട്ടിൽ ബാക്കിയുള്ള ഏക തുരുത്താണ് ഈ കേരളത്തിലെ ഗവൺമെൻറ്, ഈ LDF. ആ LDF ദുർബലമാകും. അത് ദുർബലമാകാൻ പാടില്ല. ഇന്നും നാളെയും നടക്കേണ്ടുന്ന എല്ലാ പോരാട്ടങ്ങളിലും ഇന്ത്യയിലെ പാവങ്ങൾക്ക്, ഇവിടുത്തെ പാവങ്ങൾക്ക് മാത്രമല്ല, ഇന്ത്യയിലെ പാവങ്ങൾക്ക് പ്രതീക്ഷ അർപ്പിക്കാൻ വേണ്ടി കരുതി വയ്ക്കേണ്ടുന്ന ശക്തിയാണ് LDFും ഈ ഗവൺമെൻറ്റും. അതിൻ്റെ ശക്തി ചോർത്തിക്കളയാതെ ശരികളിലേക്കുള്ള യാത്രയിൽ ആ സർക്കാരിനെ സഹായിക്കലും നയിക്കലുമാണ് CPIക്കും CPMനും ഒരുപോലെ ഏറ്റെടുക്കേണ്ട രാഷ്ട്രീയ ദൗത്യമെന്നാണ് CPI കാഴ്ചപ്പാട്. എൻ്റെ വിശ്വാസം ഈ കാഴ്ചപ്പാട് CPM സഖാക്കൾക്കും ഉണ്ടായിരിക്കാമെന്നാണ്. ഇതിന് സമാനമായിരുന്നു അടുത്തിടെ PM ശ്രീ സംബന്ധിച്ച് ഉണ്ടായ ചർച്ചകൾ. ഇത് ഇപ്പോൾ ലേബർ കോഡ് അത്രയും വിപുലമായ ഒരു ചർച്ചകളിലേക്ക് വന്നിട്ടില്ല.
ഒരുപക്ഷെ CPI മന്ത്രിമാർ രാജിക്കത്ത് എഴുതുന്നതിൻ്റെ വക്ക് വരെ എത്തിയ ഒരു പിരിമുറുക്കം ആലപ്പുഴയിൽ ഞങ്ങളൊക്കെ അന്നത്തെ ദിവസം ഞങ്ങളൊക്കെ സാക്ഷിയായതാണതിന്. ആലപ്പുഴ ഗസ്റ്റ് ഹൗസിലെ ഒരു മുറിയിൽ മുഖ്യമന്ത്രിയും അടുത്ത മുറിയിൽ താങ്കളും പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങൾ മന്ത്രിമാരുൾപ്പെടെയുള്ളവർ പരസ്പരം ഈ മുറികളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അതിവേഗത്തിൽ പോകുന്നു, ആശയവിനിമയം നടത്തുന്നു. എന്നിട്ട് താങ്കൾ പുറത്തേക്ക് വന്നപ്പോൾ മാധ്യമങ്ങളോടധികം ഒന്നും സംസാരിക്കാതെയും ഒക്കെയാണ് പോയത്. ഞങ്ങളുടെ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് മാത്രം പറഞ്ഞു. അങ്ങനെ അത് അടുത്ത കാലത്ത് കേരളം കണ്ട വളരെ വേറിട്ട സവിശേഷമായൊരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമായിരുന്നു. അപ്പോൾ ആ വിഷയത്തിൽ അന്ന് CPI ഉന്നയിച്ച പ്രശ്നങ്ങൾ ഒന്ന്, മുന്നണിയിൽ ചർച്ച ചെയ്തില്ല, മന്ത്രിസഭയിൽ പോലും വേണ്ട രീതിയിൽ ചർച്ച ചെയ്തില്ല, മന്ത്രിമാർ CPIയുടെ മന്ത്രിമാർ അറിഞ്ഞില്ല. അപ്പോൾ അത്രയും മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയായ CPIയെ ഇരട്ടത്ത് നിർത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു നീക്കം CPM നടത്തിയത് ആ പാർട്ടിയുടെ ഒരു ആർജവമില്ലായ്മയായിട്ട് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ടോ പാർട്ടി? താങ്കളുടെ ഒരു തോന്നൽ എന്താണ്? PMCയുടെ വിഷയത്തിൽ രണ്ട് വശമുണ്ട്. ഒന്നതിന് രാഷ്ട്രീയ വശം, രണ്ട് അത് വന്ന വഴി. ഈ രണ്ട് വഴികളെപ്പറ്റിയും ഞങ്ങൾ തമ്മിൽ സംവാദം ഉണ്ടായിട്ടുണ്ട്. ആ സംവാദം വൈരാഗ്യപരമായിരുന്നില്ല. സംവാദമുണ്ടായിട്ടുണ്ട്. ആ സംവാദം CPM ബന്ധങ്ങളിൽ പ്രത്യേകതയാണ്. ആ സംവാദങ്ങൾ ഒടുവിലെന്തുണ്ടായി? പലരും പറഞ്ഞു ഞങ്ങളിപ്പോൾ തല്ലിപ്പിരിയും, CPI CPMനെയും CPM CPIയെയും അടിച്ച് നാശമാക്കും എന്നൊക്കെ പറഞ്ഞവരുണ്ട്. സംവാദമുണ്ടായത് ശരിയാണ്. ആ സംവാദത്തിൽ ഞങ്ങൾ രണ്ടുപേരും നിന്നപ്പോഴും ഞങ്ങൾക്കറിയാം LDF രാഷ്ട്രീയത്തിൻ്റെ ശക്തി ചോർന്നു പോകാൻ പാടില്ല. LDF രാഷ്ട്രീയത്തിൻ്റെ ഇടതുപക്ഷ ശരികൾ, അതിനുവേണ്ടിയായിരുന്നു അന്വേഷണങ്ങൾ. LDF രാഷ്ട്രീയത്തിൻ്റെ ഇടതുപക്ഷ ശരികൾ, വിദ്യാഭ്യാസ രംഗത്തെ ഇടതുപക്ഷ ശരികൾ, ഫെഡറൽ ബന്ധങ്ങളുടെ ഇടതുപക്ഷ ശരികൾ, മുന്നണി നടത്തിപ്പിൻ്റെ ഇടതുപക്ഷ ശരികൾ, ഇവിടെ എല്ലാമുള്ള ഇടതുപക്ഷ ശരികളുണ്ട്. ഇവിടെ ആ ശരികൾ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയുള്ള ഒരു എൻക്വയറിയായിരുന്നു സംഭവിച്ചത്, അന്വേഷണം. ആ അന്വേഷണത്തിൽ ഞങ്ങളും CPM സഖാക്കളും ഒരുപോലെ പങ്കുവച്ചവരാണ്. അതിനൊടുവിൽ ഞങ്ങൾ വഴി കണ്ടെത്തി. ആ വഴിയാണ് CPIMൻ്റെ പോളിറ്റ് ബ്യൂറോയും CPIMൻ്റെ സംസ്ഥാന കമ്മിറ്റിയും പറഞ്ഞത്. ആ വഴിയാണ് ഈ പറഞ്ഞ രാഷ്ട്രീയ ശരികൾ. ആ രാഷ്ട്രീയ ശരിയിലേക്ക് എത്താൻ ആ സംവാദം, പരസ്പര വിശ്വാസം, ബഹുമാനം, അത് CPIയെ CPMനെ സഹായിച്ചിട്ടുണ്ട്. ഇതായിരിക്കും ഞങ്ങളുടെ വഴി. ആ സംഭവത്തിന് ശേഷം നേരത്തെയും താങ്കൾ ഇപ്പോഴും പറഞ്ഞത് ആ വിഷയത്തിൽ CPIയുടെ വിജയം എന്നത് LDF രാഷ്ട്രീയത്തിൻ്റെ ശരിയാണ്, അല്ലെങ്കിൽ LDF രാഷ്ട്രീയമാണ് അവിടെ ശരിയായത്, അവിടെ വിജയിച്ചത് എന്നാണ്. അപ്പോൾ അത് CPMനെ തിരുത്തിക്കൊണ്ടുള്ള ഒരു ശരിയായിരുന്നു അത്. ഞാനത് വീണ്ടും പറഞ്ഞു. നമ്മുടെ മാധ്യമങ്ങളുടെ പരിമിതിയാണത്. മാധ്യമങ്ങൾക്ക് എന്തിനെപ്പറ്റി പറയുമ്പോഴത്തേക്കും CPIയുടെ വിജയം, CPMൻ്റെ പരാജയം എന്ന് പറയാനേ അറിയാവൂ. അതിനപ്പുറം പറയാൻ ഞങ്ങൾക്കറിയാം. CPIക്കും CPMനും അറിയാം. എനിക്ക് ആ ദിവസം ഓർമ്മയുണ്ട്. ആ ദിവസം ഞാൻ പാർട്ടി ഓഫീസിൽ നിന്നും പുറത്തേക്ക് വരുമ്പോഴത്തേക്കും ഓഫീസിൻ്റെ വാതിൽക്കൽ നിറയെ മാധ്യമ സുഹൃത്തുക്കൾ നിൽക്കുകയാണ്. നിറയെ അവരെല്ലാം പതിവുള്ളതുപോലെ ചിരിച്ചുകൊണ്ടും ചിരിക്കാതെയൊക്കെ ചോദിച്ചത്, CPI വിജയം നേടിയല്ലോ, CPMന് മുട്ടുകുത്തിച്ചല്ലോ എന്നാണ് ചോദിച്ചത്. സാമാന്യഗതിക്കൊരു വെറും രാഷ്ട്രീയക്കാരൻ, ആഴമില്ലാത്തൊരു രാഷ്ട്രീയക്കാരൻ അതിൽ മുങ്ങിപ്പോകും. ഞങ്ങൾ ജയിച്ചു എന്ന് പറയാൻ തോന്നിപ്പോകും. CPIക്ക് ആ തോന്നലുണ്ടായിട്ടേയില്ല. അന്നും ഉണ്ടായില്ല, ഇന്നും ഉണ്ടായില്ല, ഉണ്ടാകുന്നില്ല. അന്നും ഇന്നും CPI പറയുന്നു ഈ വിജയം. ഞാൻ എങ്ങനെയാണ് പറഞ്ഞത്, നിങ്ങൾക്ക് എന്തുണ്ടായാലും, താങ്കളുടെ വംശത്തിൽ എന്തുണ്ടായാലും അങ്ങനെ പറയാൻ അറിയൂ. വിജയം പരാജയം, വിജയം പരാജയം അങ്ങനെ പറയാൻ നിങ്ങൾക്കറിയാവൂ. അങ്ങനെ പറയാൻ CPIക്ക് താല്പര്യമില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. അവർ വീണ്ടും പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്കങ്ങനെ വിജയത്തിൻ്റെയോ പരാജയത്തിൻ്റെയോ ഒരു അളവുകോല് വേണം എന്ന് വാശി പിടിച്ചാൽ ഞാൻ പറയും, ഇത് LDFൻ്റെ വിജയമാണ്, LDF രാഷ്ട്രീയത്തിൻ്റെ വിജയമാണ്, LDF ഐഡിയോളജിയുടെ വിജയമാണ്.
ഇതാണ് CPI പറഞ്ഞ വാചകം, ഇതാണ് CPM-നും മിക്കവാറും പറയാനുണ്ടാവുക എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോഴും ഞാൻ പറയുന്നു, ഒരു കാരണവശാലും അതിനെ CPIയുടെ വിജയമായി പറയാൻ CPI ഇല്ല. അതിനെ ഇടതുപക്ഷത്തിൻ്റെ വിജയമായിട്ടേ CPI പറയൂ. ഇടതുപക്ഷമാണ് ജയിച്ചത്. അത് CPIയുടെയും CPM-ൻ്റെയും കൂട്ടായ വിജയമാണ്. ഇന്ത്യയിലെമ്പാടും ഞങ്ങളുടെ രണ്ട് പാർട്ടികളും നടത്തുന്ന പോരാട്ടം PMCക്കെതിരായിട്ടാണ്. വിദ്യാഭ്യാസ രംഗത്തെ RSS പരിപാടിയെ ചെറുക്കലാണ് CPIയുടെയും CPM-ൻ്റെയും പരിപാടി. ലക്ഷ്യം നയമതാണ്. സംസ്ഥാനങ്ങൾ തോറും ഞങ്ങളുടെ പോരാട്ടം അതിന് വേണ്ടിയാണ്. വിദ്യാഭ്യാസ പ്രേമികളാകെ ആ സമരരംഗത്തുണ്ട്. AISF മാത്രമല്ല, SFI സമരരംഗത്തുണ്ട്. ഇടതുപക്ഷ ബന്ധമുള്ള എല്ലാം അധ്യാപക പ്രസ്ഥാനങ്ങളും ആ സമരരംഗത്തുണ്ട്. അവരുടെ എല്ലാം പോരാട്ടം വിദ്യാഭ്യാസ രംഗത്തേക്ക് RSSൻ്റെ അജണ്ട ഒളിച്ചു കടത്താൻ വേണ്ടിയുള്ള ഈ NEPയെ ചെറുക്കലായിരുന്നു. ആ NEPയെ ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയാണ് PMC എന്ന് ഇന്ത്യയിലെമ്പാടും ഞങ്ങൾ പറയുകയാണ്. അതാണ് ഞങ്ങളുടെ പോരാട്ടത്തിൻ്റെ മർമ്മം. ആ സമരം ദുർബലപ്പെട്ടുകൂടാ. ആ സമരരംഗത്തുള്ള എല്ലാ ശക്തികളെയും, വിദ്യാർത്ഥി അധ്യാപക പ്രസ്ഥാനങ്ങളെയും എല്ലാം ഉത്തേജിപ്പിക്കേണ്ടത് ഈ ഗവൺമെൻറ്റും ആ നിലപാടുമായിരിക്കണം. ഞങ്ങൾ ശ്രമിച്ചത് ആ നിലപാടിന് വേണ്ടിയാണ്. ഞങ്ങളെന്ന് പറഞ്ഞാൽ CPI മാത്രമല്ല, CPIയും CPM-ഉം സംയുക്തമായി ശ്രമിച്ചത് ആ നിലപാടിന് വേണ്ടിയാണ്. ആ നിലപാട് ജയിച്ചു. പക്ഷേ ഈ കൂട്ടായ വിജയം എന്ന ഇംപ്രഷൻ അപ്പുറം ചില സംഭവങ്ങളുണ്ടായല്ലോ. ആദ്യം വിദ്യാഭ്യാസ മന്ത്രി MN സ്മാരകത്തിൽ വന്ന് CPI നേതാക്കളെ കാണുന്നു. പിന്നീട് ആലപ്പുഴയിൽ CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് കൂടുന്ന ദിവസം മുഖ്യമന്ത്രി ഗസ്റ്റ് ഹൗസിൽ CPI നേതാക്കളുമായി ചർച്ച ചെയ്യാൻ കാത്തിരിക്കുന്നു. ഇതൊക്കെ കൂട്ടായ വിജയം എന്ന് പറയുമ്പോൾ അത് LDFൻ്റെ ഒരു യോഗത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ല. ഇത് അതിന് പുറത്ത് ചില സമവായങ്ങൾ, ഒത്തുതീർപ്പ് ശ്രമങ്ങൾ അങ്ങനെ വരുമ്പോൾ ഭിന്നതയുണ്ട്, അല്ലെങ്കിൽ CPI വാശിയിലാണ് എന്ന് തന്നെയല്ല അതിൻ്റെ അർത്ഥം. നിങ്ങൾക്ക് ഊന്നേണ്ടത് ഭിന്നതയെ പറ്റിയാണ്. എനിക്ക് താല്പര്യം അതിന് താഴെ ഒപ്പിടലല്ല. ഞങ്ങൾ നിൽക്കുന്നത് CPI CPM ബന്ധങ്ങളുടെ ശരിക്ക് താഴെ ഒപ്പിടാൻ വേണ്ടിയാണ്. നിങ്ങളിപ്പോൾ ഓരോ കൂടിക്കാഴ്ചയും എന്താ പറയുന്നത്? സഖാവ് ശിവൻകുട്ടി ഞങ്ങളുടെ ആഫീസിൽ വന്നത് ഞങ്ങളെ കണ്ടത് എന്തിനു വേണ്ടിയാണ്? ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ ശരിക്ക് വേണ്ടിയാണ്. ഞങ്ങളെല്ലാം ആദരിക്കുന്ന ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ് CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമാണ് സഖാവ് പിണറായി വിജയൻ. ഞങ്ങളുടെ LDF നേതാവാണ് അദ്ദേഹം. അദ്ദേഹമായിട്ട് ഞങ്ങൾ പലവട്ടം കൂടിക്കണ്ടത് ഇതിനു വേണ്ടിയാണ്. കൂടിക്കണ്ടത് ഇതിനു വേണ്ടി തന്നെയാണ്. സഖാവ് MV ഗോവിന്ദൻ CPM-ൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി, പോളിറ്റ് ബ്യൂറോ അംഗം, ഞങ്ങൾ ഈ കാര്യം പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഇതിനു വേണ്ടിയാണ്. ഞങ്ങൾ ഒരുമിച്ച് ഈ വിഷയത്തിൽ മുന്നോട്ട് പോകേണ്ട വഴികളറിയാൻ വേണ്ടിയാണ്. അതിനുവേണ്ടി ഞങ്ങൾ പരസ്പരം സ്നേഹമുള്ള, വിശ്വാസമുള്ള, ബഹുമാനമുള്ള രണ്ട് സഹോദര പാർട്ടികൾ തമ്മിൽ ഒരു വിഷയത്തിലുള്ള ചർച്ച, സംവാദം കൊണ്ടുപോകേണ്ട വഴി എന്താണോ ആ വഴിയിൽ കൂടി ആ ചർച്ച കൊണ്ടുപോയിട്ടുണ്ട്. ഞങ്ങൾ CPIയും CPM സഖാക്കളും ഒരുപോലെ രാഷ്ട്രീയ പക്വത കാണിച്ചിട്ടുണ്ട്. എൻ്റെ ഊന്നൽ അവിടെയാണ്. പക്ഷെ പേർത്തും നമ്മുടെ മാധ്യമങ്ങൾക്ക് വേണ്ടത് CPI CPM വഴക്കെന്ന് പറയാൻ വേണ്ടിയാണ്. ഞങ്ങൾ പേർത്തും പറയുന്നു CPI CPM സ്നേഹം എന്ന് പറയുന്നു, ഐക്യമെന്ന് പറയുന്നു. ആ ഐക്യമാണ് ഇന്ത്യക്ക് വേണ്ടത്, കേരളത്തിന് വേണ്ടത്. അതേ മുന്നോട്ട് പോകാനുള്ള വഴികളെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ചർച്ചകളും സംവാദങ്ങളും എല്ലാം ഉണ്ടാകും. അതുണ്ടാകട്ടെ. ഈ ചർച്ചകളുടെയും സംവാദത്തിൻ്റെയും സമന്വയത്തിൻ്റെയും ഒരു ലൈനാണ് പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ താങ്കൾ പാർട്ടിയിലെ വിഷയങ്ങളിലും എടുത്തിരിക്കുന്നത് എന്നാണ് പൊതുവെയുള്ള ഒരു തോന്നൽ. അതിൻ്റെ ഭാഗമായിരുന്നോ ശ്രീ K പ്രകാശ് ബാബുവിനെ ദേശീയ നേതൃത്വത്തിൽ കേന്ദ്ര സെക്രട്ടേറിയറ്റിലേക്ക് അയക്കുകയും താങ്കൾ അവിടുന്ന് സ്വയം ഒഴിവായി ദേശീയ നിർവാഹക സമിതിയിലിരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തത്, അല്ലെങ്കിൽ അതിന് തയ്യാറായത്? എനിക്കിവിടെ പിടിപ്പത് പണിയുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടതിനേക്കാളും ഭാരമേറിയ ചുമതലയാണത്. അതൊരു വലിയ ചുമതലയാണ്. ഞാൻ പല ചുമതലയിൽ മികച്ചൊരു പാർട്ടി പ്രവർത്തകനാണ്. ഇന്ത്യക്കകത്തും പുറത്തും ഞാൻ ഒരുപാട് അലഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ക്ഷീണിച്ചു പോയിട്ടുണ്ട്. മന്ത്രിയായിട്ടുണ്ട്, MLA ആയിട്ടുണ്ട്, MP ആയിട്ടുണ്ട്. 3-4 കൊല്ലക്കാലം വിദേശത്ത്
പ്രവർത്തിച്ചിട്ടുണ്ട്, പാർട്ടിയുടെ തന്നെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്. അന്നെല്ലാം ഉണ്ടായതിനേക്കാളും എത്രയോ കടുത്ത ഭാരമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ. അതിന് ഫുൾ ടൈം ശ്രദ്ധ വേണ്ട, മനസ്സും ശരീരവും ബുദ്ധിയുമെല്ലാം അർപ്പിക്കേണ്ട ഒരു പ്രവർത്തനമാണ്. പാർട്ടിയുടെ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗമായിട്ട് ഞാൻ പ്രവർത്തിച്ചു, അവിടെ 5-6 കൊല്ലം പ്രവർത്തിച്ചു. അതും ഇതുപോലെ ഒരു തിരക്കേറിയ ചുമതലയാണ്. ആ ചുമതലയും ഇതും കൂടെ വഹിച്ചാൽ എനിക്ക് ഉറപ്പാണ് ഇതിന് ഒരു ഇടിവുണ്ടാകും. ഈ ചുമതല ഫലപ്രദമായി പൂർത്തിയാക്കാൻ എനിക്ക് പറ്റാതെ വരും. അതുകൊണ്ട് എന്നെപ്പോലെ തന്നെ ആ പങ്ക് വഹിക്കാൻ അർഹനായ യോഗ്യനായ ഒരു സഖാവിനെ ആ ചുമതലയിലേക്ക് നയിച്ചുകൊണ്ട് ഞാൻ സ്വയം മാറി നിൽക്കുന്നതാണ് ശരിയെന്ന് എൻ്റെ പാർട്ടി ബോധം എന്നോട് പറഞ്ഞു. ഞാനത് പാലിച്ചു. അത് ശരിയായിരുന്നു. അത് ശ്രീ കെ ഇസ്മായിലിനെ പോലൊരു പ്രശ്നമുണ്ട്. എല്ലാവരും ധാരണ പദവി കിട്ടിയാൽ ആ പദവിയിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങണം, മരിച്ചാലും വിടില്ല, ഇനിയും ഇനിയും പദവികൾ വേണം. ആ ആർത്തി എനിക്കില്ല, തീർച്ചയായിട്ടും ഇല്ല. ശ്രീ കെ ഇസ്മായിൽ മുതിർന്ന നേതാവാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്നുള്ള സസ്പെൻഷൻ്റെ കാലാവധി കഴിഞ്ഞിട്ടും അദ്ദേഹം പാർട്ടിക്ക് പുറത്തു നിൽക്കുന്നു. സംസ്ഥാന സമ്മേളനത്തിൻ്റെ സമയത്ത് അദ്ദേഹം ആലപ്പുഴയിലെത്തി തന്നെ അതിലുള്ള ഒരു പ്രതിഷേധവും പരിഭവവും ഒക്കെ പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ എന്താണ് അവസാനമായി? ഒരു മുതിർന്ന പാർട്ടി സഖാവിനോട് കാണിക്കേണ്ട എല്ലാ ആദരവും സഖാവ് കെ ഇയോട് പാർട്ടി അന്നും കാണിച്ചിട്ടുണ്ട്, നാളെയും കാണിക്കും. ഒരു മുതിർന്ന പാർട്ടി നേതാവ് പാർട്ടിയോട് കാണിക്കേണ്ട ഒരു മര്യാദ സസ്പെൻഷൻ കാലത്തും സഖാവ് കെ ഇ സ്വയം കാണിച്ചോ എന്ന് ചിന്തിച്ചാൽ അദ്ദേഹത്തിന് ഉത്തരം കിട്ടും. അദ്ദേഹം കാണിച്ചിട്ടില്ല. അദ്ദേഹം എല്ലാ സമയത്തും എന്തെങ്കിലും പഴുതുണ്ടാക്കിയിട്ട് പാർട്ടിയുടെ പൊതുവായ താല്പര്യങ്ങളെ ദുർബലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് സന്തോഷമുള്ള കാര്യമല്ല, ദുഃഖമുള്ള കാര്യമാണ്. അതുകൊണ്ട് ആ ഒരു സമീപനത്തിൽ മാറ്റം വേണം. എല്ലാവരെക്കാളും വലുത് പാർട്ടിയാണ്. എന്നേക്കാളും കെ ഇയേക്കാളും ഒക്കെ വലുതാണ് പാർട്ടി. ആ പാർട്ടിയുടെ അച്ചടക്കം എല്ലാവർക്കും ബാധകമാണ്. സഖാവ് കെ ഇയോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരുപാട് ബഹുമാനം കാണിച്ചിട്ടുണ്ട് എല്ലാ കാലത്തും. അതെല്ലാം കാണിച്ച ഈ പാർട്ടിയോട് സസ്പെൻഷൻ കാലത്തും അദ്ദേഹം പെരുമാറിയ രീതിയെപ്പറ്റി വിമർശനം ഉണ്ട് പാർട്ടി ഘടകങ്ങൾക്ക്. ആ വിമർശനത്തിൻ്റെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം തിരുത്തിയാൽ അദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തീർച്ചയായിട്ടും എല്ലാ അർഹതപ്പെട്ട സ്ഥാനവും പരിഗണനയും കിട്ടും. മുൻപതി ഞങ്ങൾക്കില്ല. അവസാനമായി ഒരു വിഷയം കൂടെ, പുതിയ ഒരു വിവാദം ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയമാണ്. അപ്പോൾ അക്കാര്യത്തിൽ സർക്കാരിന് നോട്ടപ്പിശക് പറ്റിയിട്ടുണ്ടെന്ന് കരുതുന്നുണ്ടോ? അതുപോലെ തന്നെ ദേവസ്വം ബോർഡിലെ സുപ്രധാന തീരുമാനങ്ങളെങ്കിലും ഈ വകുപ്പ് മന്ത്രി അറിയേണ്ടതല്ലേ? അവരാരും അറിയാതെ ബോർഡിൽ മാത്രം തീരുമാനിക്കുന്നു എന്നത് ശരിയാണോ? ഈ PM ശ്രീ വിഷയത്തിലെ പോലെ CPIയുടെ ഇക്കാര്യത്തിലുള്ള നിലപാട് അത്ര വാചാലമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ് മറുപടി? എന്തിനാ എപ്പോഴും വാചാലമാകുന്നത്? വാചാലതയിൽ അല്ല കാര്യം നിലപാടിലാണ്. CPIക്ക് നിലപാടുണ്ട്. കുറഞ്ഞ വാക്കിലായാലും ഏറിയ വാക്കിലായാലും ആ നിലപാടാണ് CPIക്ക് നയിക്കുന്നത്. ഈ ശബരിമല കാര്യം പറയുമ്പോൾ ഒരു കാര്യം പറയേണ്ടതുണ്ട്. അത് വിശ്വാസങ്ങളോടുള്ള സമീപനത്തിൻ്റെ കാര്യമാണ്. കമ്മ്യൂണിസ്റ്റുകാരെ പറ്റി പലതും പറയുന്നുണ്ട്. ഞങ്ങൾ വിശ്വാസങ്ങളെ മാനിക്കാത്തവരാണ്, ദൈവത്തെ ഞങ്ങൾ തുലയ്ക്കാൻ നിൽക്കുന്നവരാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പലപ്പോഴും അതൊരു കാര്യമറിയാതെയുള്ള മുൻവിധിയുള്ള പ്രഖ്യാപനമാണ്. ഞങ്ങൾ അടിസ്ഥാനപരമായിട്ട് ഭൗതികവാദികളാണ് കമ്മ്യൂണിസ്റ്റുകാർ. ഭൗതികവാദത്തിൻ്റെയും ആത്മീയമതത്തിൻ്റെയും ചർച്ചകളും വൈജാത്യങ്ങളുമെല്ലാം ഞാനിവിടെ പറയേണ്ട കാര്യമില്ല. അതൊരു പഴയ സംവാദമാണ്. 1000 കൊല്ലങ്ങൾ കഴിഞ്ഞാലും തുടരും ആ സംവാദം. പക്ഷെ പ്രശ്നം എന്താ? ഈ സമൂഹത്തിൽ വിശ്വാസം യാഥാർത്ഥ്യമാണ്, മതം യാഥാർത്ഥ്യമാണ്. ഞാൻ വായിച്ച ഏറ്റവും ഉദാത്ത ഗംഭീരം എന്ന് ഞാൻ പറയുന്നു. ഉദാത്ത ഗംഭീരമായ മത വിമർശനം ചെയ്ത ആളിൻ്റെ പേര് കാൾ മാർക്സ് എന്നാണ്. കാൾ മാർക്സാണ് ഏറ്റവും ഗംഭീരമായ തരത്തിൽ മതത്തെപ്പറ്റി പറഞ്ഞ ഒരു ഫിലോസഫർ. ഉടനെ നിങ്ങളെല്ലാം കൂടെ പറയും, മാർക്സല്ലേ പറഞ്ഞത് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് പറഞ്ഞേക്കാം. ആ വാചകം മാർക്സ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് മാത്രമല്ല മാർക്സ് പറഞ്ഞതെന്ന കാര്യം പലരും മറന്നുപോകുന്നു. അതുകൊണ്ട് ഞാൻ ആ മുഴുവൻ ഭാഗവും പറയുന്നു.
മാർക്സ് ഇങ്ങനെയാണ് പറഞ്ഞത്, ആത്മാവ് നഷ്ടപ്പെട്ട ലോകത്തിൻ്റെ ആത്മാവാണ് മതം, ഹൃദയശൂന്യമായ സമൂഹത്തിൻ്റെ ഹൃദയമാണ് മതം. ഇറ്റ് ഈസ് ദ സൈ ഓഫ് ദ ഒപ്രസ്ഡ് മാൻ. അടിച്ചമർത്തപ്പെട്ട മനുഷ്യൻ്റെ നെടുവീർപ്പാണ് മതം. ഇത്രയും പറഞ്ഞത് മാർക്സാണ്. അത് പറഞ്ഞു കഴിഞ്ഞ് മാർക്സ് പറഞ്ഞു, ബട്ട് സ്റ്റിൽ അത് കറുപ്പാണ് എന്നുകൂടി മാർക്സ് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാരണം മാർക്സ് വിശ്വസിക്കുന്നത് ഇങ്ങനെയാണ്, എല്ലാവരും കാത്തിരിക്കുന്ന വിമോചനം, ആ വിമോചനം ഉണ്ടായി എന്ന പ്രതീതി മതമുണ്ടാക്കുന്നു. എന്നാൽ അത് യഥാർത്ഥ മോചനമാകുന്നില്ല എന്ന് മാർക്സ് വിശ്വസിക്കുന്നു. വിമോചന പ്രതീതിയാണോ വിമോചനമാണോ വേണ്ടത് ചോദിച്ചാൽ മാർക്സ് നിലപാട് പറഞ്ഞത് എങ്ങനെയാണ്, വിമോചനം വേണം, പ്രതീതി മാത്രം പോരാ. ആ അർത്ഥത്തിൽ മാർക്സ് പറഞ്ഞത് അത് കറുപ്പാണെന്ന് കൂടി മാർക്സ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതേ മാർക്സ് പറഞ്ഞ ഇത്രയും ഗംഭീരമായ പരാമർശങ്ങളെ കാണാത്ത ഭാവം കാണിച്ചുകൊണ്ട് മാർക്സ് ഇത് മാത്രം പറഞ്ഞുവെന്ന് പറയുന്ന ഒരു മാർക്സിസ്റ്റ് വിമർശനം അത് മര്യാദയല്ല. നമുക്ക് സംവാദങ്ങൾ ഇനിയും വേണ്ട വിഷയമാണത്, പ്രത്യേകിച്ചും കേരളത്തിലും ഇന്ത്യയിലും. അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ പറയുന്നത് വിശ്വാസങ്ങളെ ഞങ്ങൾ മാനിക്കും, വിശ്വാസികളെ ഞങ്ങൾ വിശ്വസിക്കും. അവർക്കെല്ലാവർക്കുമുള്ള വിശ്വാസങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ശബരിമല. ആ ശബരിമലയിലെ സ്വത്തെന്ന് പറയുന്നത് ആ അമ്പലത്തിൻ്റെതാണ്, ക്ഷേത്രത്തിൻ്റെതാണ്. ശബരിമല ക്ഷേത്രത്തിൻ്റെ സ്വത്തുക്കൾ ഒരാൾക്കും അപഹരിക്കാനുള്ളതല്ല. ആ സ്വത്തുക്കൾ അതിൻ്റെ ദ്വാരപാലകന്മാരുടെ കാര്യമാകട്ടെ, ക്ഷേത്രവാതിൽപ്പാളിയാകട്ടെ, അതേതായാലും ആര് കട്ടെടുത്താലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പറയും, CPI-യും CPM-ഉം പറയും അത് കള്ളത്തരമാണ്, തെറ്റാണെന്ന് പറയും. ആ തെറ്റുകാരാരായാലും അവരെ സഹായിക്കാൻ ഞങ്ങളുണ്ടാകില്ല. ആരായാലും, എക്സ് ആയാലും വൈ ആയാലും ഞങ്ങളുണ്ടാകില്ല. ആ നിലപാടുണ്ട് ഞങ്ങൾക്ക്. അതാണ് LDF നിലപാട്. ആ നിലപാടിൻ്റെ ഊർജ്ജത കൊണ്ട് തന്നെയാണ് ഈ ഹൈക്കോടതിയാണ് SIT-യെ വെച്ചത്. ആ SIT-യുടെ അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടത്തിലും ഗവൺമെൻറ് ഇടപെട്ടിട്ടില്ല, ഇടപെടുകയുമില്ല. ആ അന്വേഷണം അതിൻ്റെ നേരായ വഴിക്ക് പോകട്ടെ, സത്യം പുറത്തു വരട്ടെ, കുറ്റക്കാർ ആരുമാകട്ടെ ആ കുറ്റക്കാർ ശിക്ഷിക്കപ്പെടും എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതാണ് CPI നിലപാട്, അതാണ് CPM നിലപാടെന്നും ഗോവിന്ദൻ മാഷ് ഇന്നലെയും മിനിഞ്ഞാന്നും എല്ലാം പറഞ്ഞ കാര്യം ഞാൻ വായിച്ചു, നിങ്ങളും വായിച്ചു കാണും. അതാണ് നിലപാട്. ആർക്ക് വേണ്ടിയാണ് മണിമുടങ്ങിയത്? മണിമുടങ്ങി ഫോർ ഹും ദ ബെൽ ടോൾസ്, നമുക്ക് വേണ്ടിയാണോ? ചോദ്യങ്ങളുണ്ടെങ്കിൽ 1-2 ചോദ്യങ്ങൾ ചോദിക്കാം, അതിനുള്ള സമയമുണ്ട്. മൈക്ക് നമ്മളെ ഒന്ന് കൊടുക്കാം. അല്ല, അവിടെ സാർ, മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞിട്ടുണ്ട്, ഐ ഹാവ് എ ഡ്രീം എന്ന് പറഞ്ഞിട്ടുണ്ട്. ലോകത്തെക്കുറിച്ച് അദ്ദേഹത്തിനൊരു സങ്കല്പം ഉണ്ടായിരുന്നു. അതുപോലെ CPIക്ക് എനിക്കറിയാം, ഈ CPM-ഉം CPI-യുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ CPI കുറച്ചുകൂടെ ആദർശ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളാണെന്ന് എനിക്ക് പലപ്പോഴും എൻ്റെ ഈ 60 വയസ്സിൽ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇൻഡസ്ട്രിയലൈസേഷൻ, അർബണൈസേഷൻ, ഭാവിയിലെ ഭരണം, ഈ 3 കാര്യം കൂടെ നമ്മൾ മനസ്സിൽ വയ്ക്കുമ്പോൾ എനിക്ക് തോന്നുന്നു CPI വല്ലാണ്ട് അതിനകത്ത് ഞെരുങ്ങുന്നുണ്ട്. LDF ഈ രാഷ്ട്രീയ സഖ്യത്തിലെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനെ സംഭവിക്കുന്നുണ്ടോ ബിനോയ് സാർ? അതായത് കുറച്ചുകൂടെ സാറിന് കാര്യങ്ങൾ ചെയ്യാനെന്നും കൂടുതൽ ചെയ്യണമെന്നും ഒക്കെ ആഗ്രഹമുള്ളതിൽ രാഷ്ട്രീയപരമായിട്ട് ഒരുപാട് കോംപ്രമൈസിന് താങ്കൾ തയ്യാറാകുന്നതായിട്ട്, അല്ലെങ്കിൽ മനഃപൂർവ്വം ചെയ്യപ്പെടേണ്ടതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനെ അതിനോട് എത്ര സാറ് സത്യസന്ധമായ മറുപടിയെ പറയൂ, അത് തന്നെ പറയണം. എൻ്റെ വിശ്വാസം രാഷ്ട്രീയ നിലപാടിൻ്റെ ശരികളെപ്പറ്റി വ്യക്തതയുള്ളപ്പോഴും ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരന് പലപ്പോഴും ജീവിതത്തിൽ ധർമ്മ സങ്കടം എന്നൊരവസ്ഥ ഉണ്ടാകും. ഗോവിന്ദ മാഷെത്തി എന്നെപ്പറ്റി എനിക്ക് പറയാൻ കഴിയും,
ഈ ധർമ്മ സങ്കടത്തിൻ്റെ അവസ്ഥ എനിക്കുണ്ടായിട്ടുണ്ട്. അതിൻ്റെ മുമ്പിൽ ഞാൻ മുട്ടുകുത്തിയിട്ടില്ല. പക്ഷെ ഒരു ധർമ്മസങ്കടവും കൂടാതെ ഭയങ്കരമായിട്ടുള്ളൊരു യാന്ത്രിക ജീവിയായിട്ടല്ല കമ്മ്യൂണിസ്റ്റുകാരെ ഞാൻ കാണുന്നത്. കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ പറഞ്ഞ പോലെ പച്ച മനുഷ്യരാണ്. പച്ച മനുഷ്യർക്കുണ്ടാകാവുന്ന എല്ലാ ധർമ്മസങ്കടങ്ങളും ഞങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്, ഉണ്ടാകും. അത് മാർക്സിനുണ്ടായിട്ടുണ്ട്, അത് എംഗൽസിനുണ്ടായിട്ടുണ്ട്, അത് കാസ്ട്രോയ്ക്കും ഷെഗുവേരയ്ക്കും ഉണ്ടായിട്ടുണ്ട്, അത് ഹോച്ചിമിനും ഉണ്ടായിട്ടുണ്ട്. അതിവിടെ ജീവിച്ച് മരിച്ചുപോയ ഒരുപാട് നേതാക്കന്മാർക്കുണ്ടായിട്ടുണ്ട്. നേതാക്കന്മാരല്ല ഞങ്ങൾ, വെൻ കമ്പയർഡ് ടു ഓൾ ഓഫ് ദം ഞങ്ങളാരും ഒന്നുമല്ല. പക്ഷെ ഞങ്ങൾക്കും ഞങ്ങളുടെ കാലത്തിൻ്റെ അനവധി വിഷയങ്ങളെപ്പറ്റി പഠിക്കാൻ ശ്രമിക്കുമ്പോൾ, പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾക്കും ഇത്തരം ഈ പറയുന്ന ധർമ്മസങ്കടം ഉണ്ടായിട്ടുണ്ട്. പാർട്ട് ഓഫ് ലൈഫ്.